വളരെ സ്പെഷ്യലായൊരു ഗസ്റ്റാണ് ഇന്ന് താരപ്പകിട്ടിൽ. മലയാളികളുടെ ഓൾ ടൈം ഫേവറേറ്റ് ഡയറക്ടർ സത്യൻ അന്തിക്കാട്. സ്വാഗതം താരപ്പകിട്ടിലേക്ക്. ഒരുപാട് സന്തോഷത്തോടെ. മലയാളിക്ക് ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റി എന്നും എപ്പോഴും. ഈ പേര് എങ്ങനെയാണ് വന്നത്? പേര് എനിക്ക് ഏറ്റവും വലിയൊരു പ്രയാസമുള്ള കാര്യമാണ്. കഥ കണ്ടെത്തുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പലപ്പോഴും ഓരോ സിനിമയുടെ പേര്. അതും അവസാനമായിരിക്കും. അതാണ് അത് പലരും വിചാരം അത് എൻ്റെ ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടാണെന്നാണ്. ഒന്നുമല്ല. ചോദ്യം പോയി. അത് ശരിക്കും പറഞ്ഞാൽ ഈ ആദ്യം പേരിനെ പറ്റിയിട്ടില്ല, കഥയെ പറ്റി ചിന്തിക്കുന്നു, ഷൂട്ടിംഗ് പ്ലാൻ ചെയ്യുന്നു. ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പ് പേരിടുമെന്ന് വിചാരിച്ചിട്ടാണ് തുടങ്ങുന്നതൊക്കെ എല്ലാ പ്രാവശ്യവും. പക്ഷെ ഒരു പേരും മനസ്സിൽ തൃപ്തികരമായി നിൽക്കില്ല. ഒരു പേര് കിട്ടിക്കഴിഞ്ഞാൽ വിചാരിക്കും ഇതിനേക്കാൾ നല്ലത് നാളെ കിട്ടിയാലോ എന്നുള്ള ചിന്തയിലൂടെ ഷൂട്ടിംഗ് തുടങ്ങുകയും മനസ്സിൽ വരുമ്പോൾ അത് കോറിയിടും. മനസ്സിൽ കോറിയുണ്ട്, അത് മനസ്സിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. നല്ലതാണെങ്കിൽ അവിടെ കിടക്കും. ചിലത് നമുക്ക് അങ്ങനെ തുടക്കത്തിൽ വിനോദയാത്ര എന്നുള്ള പേരിട്ടത് ഷൂട്ടിങ്ങിൻ്റെ എൻഡിലാണ്. പക്ഷേ ആ പേര് കഥ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. വിനോദ് എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അപ്പോൾ വിനോദയാത്ര എന്ന് പറഞ്ഞാൽ ഇനി അതിനൊക്കെ ബെറ്റർ പേര് കിട്ടുമോ എന്നുള്ള ഇതിൽ ചിന്തിച്ച് അവസാനം വിനോദയാത്ര എന്ന് പറയും. അതുപോലെ ഈ സിനിമയ്ക്ക് പലതരം പേരുകൾ ആലോചിച്ചു. അപ്പോൾ ഞാൻ ചെയ്തു കഴിഞ്ഞിട്ടുള്ള പല സിനിമകളുടെ പേര് ഇതിന് വളരെ സൂട്ടബിൾ ആണെന്ന് തോന്നി. ഇപ്പോൾ സന്മനസ്സുള്ള ഒരു സമാധാനം, സസ്നേഹം, ആ സിനിമകളിലൂടെയൊക്കെ ഞങ്ങൾ പോയി. ഈവൻ പഴയ ലാലേട്ടനെ ആ എന്താ പറയണ്ട റാം സിംഗിനെ നമുക്ക് തിരിച്ചു കിട്ടി. അപ്പോൾ പടത്തിൻ്റെ അവസാനം മോഹൻലാൽ പറയുന്ന വക്കീലിനോട് പറയുന്ന ഒരു ഡയലോഗിൽ നിന്നാണ് എന്തു പറഞ്ഞാലും എന്തൊക്കെയായാലും വക്കീൽ ഹാപ്പി ആയിരുന്നാൽ മതി എന്നും എപ്പോഴും എന്ന് ലാൽ പ്രസൻറ്റ് ചെയ്ത് കേട്ടപ്പോഴാണ് ഇത് പേരാക്കാമെന്ന് തോന്നിയത്. ലാലിൻ്റെ പ്രസൻറ്റേഷനിലാണ് അത്. അപ്പം പിന്നെ അത് പേര് ഒരെണ്ണം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ മാത്രമല്ല ഇതിനൊരു കൾച്ചറുണ്ടല്ലോ, ഒരു മലയാള സിനിമയുടെ ഒരു സംസ്കാരമുണ്ട്. പേരിൽ പലപ്പോഴും അതിൽ സിംപ്ലിസിറ്റിയും അതിൽ കഥയിലേക്കുള്ളൊരു ചൂണ്ടുപലകയൊക്കെ കൂടിയാണ്. അപ്പോൾ ഞാൻ ഇത്തവണ ആലോചിച്ചിരുന്നത് ഒരു തനി മലയാളം സിനിമ ചെയ്യുക എന്നുള്ള തന്നെയാണ്. കാര്യം ട്രെൻഡുകളുടെ പുറകെ പോകാതിരിക്കുക. ഇപ്പോൾ നേരത്തെ ജയന്തി പറഞ്ഞ പോലെ മോഹൻലാലിൽ എന്ന് പറയുന്ന നടൻ്റെ ഏറ്റവും രസകരമായ മൊമെൻറ്റ്സ് എന്താണെന്നുള്ളത് കുറേ എനിക്ക് അനുഭവിച്ചറിയാനുള്ള പരിചയം ഉണ്ടായിട്ടുണ്ട് എൻ്റെ പല സിനിമകളിലും മലയാളികൾക്കും. അതുകൊണ്ടാണ് ഇന്നും മലയാളികൾ ആ സത്യൻ്റെ സിനിമ വരുമ്പോൾ ഒരു കാത്തിരിപ്പാണ്. അതെ അതെ അതെ. അപ്പോൾ ലാലിനെ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ലാലിനെയാണ് ഞാൻ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോൾ ലാൽ എന്നുള്ള സൂപ്പർ താരത്തിനെ ഞാൻ മനസ്സിൽ നിന്ന് മറന്നു. ലാലിനെ അപ്പോൾ അത് നാടോടിക്കാരിലെ ദാസനും വിജയനും അല്ലെങ്കിൽ സന്മനസ്സിലെ ഗോപാലകൃഷ്ണപ്പണിക്കരും ഒക്കെ ചെയ്ത പോലെ ഗാന്ധിനഗറിലെ ഗൂർക്കയൊക്കെ ചെയ്ത പോലത്തെ വളരെ ഫ്രീ ആയിട്ട് ലാലാണ് ഞാൻ ആഗ്രഹിക്കുന്നതിനൊക്കെ അപ്പുറത്ത് ലാൽ ചെയ്യുന്നത് എനിക്കറിയാം. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിച്ചു എന്തുകൊണ്ടാണ് മോഹൻലാൽ എത്രയും ഇത് എന്ന് എപ്പോഴെന്നുള്ള സിനിമയിലൂടെ പഴയ ലാലേട്ടന് തിരിച്ചു കിട്ടി, എന്താണ് വേറെ പടങ്ങളിൽ? ഞാൻ വേറെ പടങ്ങളിൽ അങ്ങനത്തെ കഥാപാത്രം കിട്ടുന്നുണ്ട്. അപ്പോൾ മോഹൻലാലിനെ മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു ക്യാരക്ടറാണ് എന്നും എപ്പോഴുള്ള ഇന്ന് സിനിമ എന്ന് പറയുന്നത്. സിനിമയല്ല, ഇന്നത്തെ എല്ലാ സംസ്കാരവും ഒരു ടെക്നോളജിക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്. സിനിമയിലുമുണ്ട്, കഥയിലുണ്ട്, ആ പ്രൊഡക്ഷനിലുമുണ്ട്. പക്ഷേ ഇന്ന് സത്യേട്ടൻ്റെ സിനിമകളുടെ ഒരു ഗ്രാമീണത അത്രയും ഒരു നൊസ്റ്റാൾജിക്കായ സിനിമയ്ക്ക് എത്രത്തോളം സ്പേസ് ഉണ്ട്? ഗ്രാമീണത എന്ന് പറയുന്നത് കഥയുടെ പശ്ചാത്തലം അനുസരിച്ചിരിക്കും. എൻ്റെ സിനിമയുടെ ഒരു പ്രത്യേകത ഈ ഗ്രാമീണ ഭാവങ്ങൾ അല്ലെങ്കിൽ ഇടത്തരക്കാര കഥ എന്ന് പറയുന്നത് ജീവിതമായിട്ട് ബന്ധമുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. അതിന് സ്പേസ് എന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ടെക്നോളജിയിൽ മാത്രമാണ് സിനിമ മാറുന്നത്, ആത്മാവും തന്നെയാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ പഴയ ഭൂതകാലം എടുത്ത പഴയ കാല നല്ല സിനിമകളുടെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നും നമ്മുടെ. കാര്യം മനുഷ്യന്റെ വികാരങ്ങൾ എന്നും ഒന്ന് തന്നെയാണ്. അല്ല, നമ്മൾ ഇന്നും തമാശയ്ക്ക് വേണ്ടി ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിലെയും ദാസന്റെയും വിജയ് ഇന്നും നമ്മളൊരു പെട്ടെന്നൊരു മൊമെന്റ് കണ്ട എല്ലാത്തിനും സമയമുണ്ട് ദാസ എന്ന് പറയാറുണ്ട്. അല്ല, അത് ഒരു മലയാളിത്തം ഉണ്ട് അതിൽ. അതാണ് സമയം. നമുക്ക് കേരളത്തിലേക്ക് വേണ്ടിയാണ് സിനിമ എടുക്കുന്നത്, മലയാളികൾക്ക് വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എൻജോയ് ചെയ്യുന്ന കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ്. അതല്ലാതെ ആളുകളെ എങ്ങനെ വിസ്മയിപ്പിക്കാം അല്ലെങ്കിൽ വിഭ്രമിപ്പിക്കാം എന്നൊന്നും ഞാൻ ചിന്തിക്കാറില്ല. എനിക്ക് മനസ്സിലാകുന്ന സിനിമ, എൻ്റെ കുടുംബത്തിന് മനസ്സിലാകുന്ന സിനിമ, അത് ഞാൻ ചെയ്യുമ്പോൾ അത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം കുടുംബങ്ങൾക്കും ആളുകൾക്കും ഇഷ്ടമാകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ എന്നും എപ്പോഴും വിജയം പോലും തെളിയിക്കുന്നതാണ്. ഈ എന്നും എപ്പോഴും ഏറ്റവും അവസാനമാണ് നേരത്തെ പറഞ്ഞ പോലെ പേര്. ഇതിനിടയ്ക്ക് വേറെ പേരുകൾ ഇല്ല. പേര് ശരിക്കും പറഞ്ഞാൽ വേറെ ഇട്ടിട്ടില്ല. മോഹൻലാൽ എല്ലാ ദിവസവും ഓരോ പേരുകൾ ഇടാറുണ്ട്. ഷൂട്ടിങ്ങിന് വരുന്ന സമയത്ത് മോഹൻലാൽ പറയും
ബെസ്റ്റ് ഒരു പേര് കിട്ടിയെന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും മണ്ടം പേര് വെറുതെ പറയുന്നതാണ് എന്നെ പ്രകോപിപ്പിക്കാനായിട്ട്. അത് കുറേ ദിവസങ്ങൾ പുള്ളി അതിൽ ആ കോടതിയിലെ ഒരു സീൻ എടുത്തു കഴിഞ്ഞതിന് ശേഷം കോടതിയിലെ ജഡ്ജ് പറയും മർദ്ദകൻ വിദഗ്ധനാണ്. പുള്ളി പറയും അത് ബെസ്റ്റ് പേരല്ലേ, എന്നെ കളിയാക്കാനാണ്. പിന്നെ പാട്ടിൽ ആ പുലരിപ്പൂ പെണ്ണ എന്നുള്ള ഒരു മഞ്ജു നിലാവാണോ, മഞ്ജു നിലാവ് നല്ല പേര്. ആ മഞ്ജുവും കുഞ്ചുവും എന്നിട്ടാലും എന്താണ് അതൊക്കെ പറഞ്ഞിട്ട് തോന്നിയ പോലെ അതാണ്. അങ്ങനെ തോന്നിയ പോലെ പേര് പറഞ്ഞ് എന്നെ കളിയാക്കാറുണ്ട്. അവസാനം ഞാൻ പറഞ്ഞു ഇനി മിണ്ടരുത്, പേര് ഞാനിടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് പേരിട്ടത്. അഡ്വക്കേറ്റ് ദീപേ, കണ്ടെത്താൻ മഞ്ജു മതി എന്ന് തീരുമാനിക്കാനുള്ളൊരു കാര്യം? മഞ്ജു സിനിമയിലേക്ക് വീണ്ടും തിരിച്ചു വരുന്നു എന്ന് അറിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഏത് സംവിധായകനും ഉണ്ടാകുന്ന പോലെ മഞ്ജുവിനെ പറ്റുന്ന കഥാപാത്രങ്ങളെ പറ്റി നമ്മൾ ചിന്തിക്കാൻ തുടങ്ങും. എപ്പോഴും അങ്ങനെയാണല്ലോ. നല്ലൊരു ആക്ടർ ഉണ്ടാകുമ്പോൾ, നല്ലൊരു ആക്ട്രസ് ഉണ്ടാകുമ്പോൾ ആ ആക്ടറോ ആക്ട്രസിനെയോ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കഥകൾ ഉണ്ടാവും. പണ്ട് ഗോപിച്ചേട്ടൻ സജീവമായി നിന്ന കാലത്ത് ഭരത് ഗോപി അദ്ദേഹം വന്നത് സിനിമയിൽ വളരെ ലൈറ്റായിട്ടാണ്, ഒരു കഷണ്ടിത്തലയും ഒക്കെ. പക്ഷേ ടാലൻ്റ് എന്നുള്ള ഒരു സംഭവം ഉള്ള ഗോപിച്ചേട്ടൻ എന്ന് പറയുന്നൊരു അഭിനയ വിസ്മയം രംഗത്ത് വന്നപ്പോൾ ഗോപിച്ചേട്ടനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കഥകളുണ്ടായി. കാറ്റത്തെ കിളിക്കോട്, മർമ്മരം, ഓർമ്മയ്ക്കായി. അതുപോലെ ഏത് ആർട്ടിസ്റ്റിനും ഇപ്പോൾ ഫഹദ് ഫാസിൽ വന്നപ്പോൾ ഫഹദ് ഫാസിലിനെ കേന്ദ്രീകരിച്ചു. അതുപോലെ മഞ്ജു വാര്യർ വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മഞ്ജുവിന് പറ്റുന്ന കഥാപാത്രങ്ങൾ ഇനി ആലോചിക്കാം എന്നൊരു തോന്നലുണ്ടായിരുന്നു. അപ്പം മഞ്ജു എൻ്റെ സിനിമയിൽ വരുന്നുവെന്ന് ഒരു വലിയ റൂമർ പ്രചരിച്ചിരുന്നു ആ കാലത്ത്. അപ്പോൾ ഞാൻ സത്യത്തിൽ ആലോചിച്ചിരുന്നില്ല. അന്ന് അമലപോളിനെ ചോദിച്ചു. അപ്പോൾ അമലപോളിനെ വെച്ചിട്ടുള്ള സിനിമയാണ്, ഇന്ത്യൻ ഭരണഘടനയാണ് ഞാൻ ആ സമയത്ത് എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ ഒരു ദിവസം മഞ്ജു എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്താണ് എല്ലാവരും അങ്കിളുടെ സിനിമയിൽ ഞാൻ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഇതുണ്ടല്ലോ. ഞാൻ പറഞ്ഞു മഞ്ജു എൻ്റെ സിനിമയിൽ അഭിനയിക്കുന്ന എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതൊരിക്കലും മഞ്ജുവിൻ്റെ കുടുംബ ജീവിതത്തിനെ ബാധിക്കാത്തൊരവസ്ഥയിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. കാര്യം അല്ലാതെ നമുക്ക് അതൊരു കാരണമായി മാറാൻ പാടില്ല. മറ്റൊന്ന്, മഞ്ജു അവതരിപ്പിച്ചാൽ നന്നാവും, മഞ്ജുവിന് മാത്രമാണ് അത് ചെയ്യാൻ സാധിക്കുക എന്നുള്ള ഒരു തോന്നലുണ്ടാവണം എനിക്ക്. കാര്യം അത്രയും നല്ല ബ്രില്യൻ്റ് ആക്ട്രസ്സാണ് മഞ്ജു. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റിന് ആവശ്യപ്പെടുന്നൊരു കഥാപാത്രം വന്നാൽ മാത്രമേ ഞാൻ മഞ്ജുവിനെ വിളിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഈ അഡ്വക്കേറ്റ് ദീപ രഞ്ജൻ പ്രമോദാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയത്. രഞ്ജനും ഞാനും കൂടി ഇരുന്ന് ആലോചിച്ചിട്ട് ഈ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അഡ്വക്കേറ്റ് ദീപനെ ഞാൻ കാണുന്നത് മഞ്ജുവിലൂടെയാണ്. അപ്പോൾ മഞ്ജുവിൻ്റെ മുഖമാണ്, മഞ്ജുവിൻ്റെ കുസൃതി, മഞ്ജുവിൻ്റെ മാത്രമല്ല മഞ്ജു എന്ന് പറയുന്ന ആർട്ടിസ്റ്റിൻ്റെ ഉള്ള ഇനിയും ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാനുണ്ട്. എങ്കിലും അതിൽ മഞ്ജുവിൻ്റെ ഒരുപാട് ഭാവങ്ങൾ ഇതിൽ ഉൾപ്പെടുത്താൻ സാധിച്ചു, ഇൻക്ലൂഡിങ് ക്ലാസിക്കൽ ഡാൻസ് അടക്കം. കാരണം ശോഭനയ്ക്ക് ശേഷം മലയാള സിനിമയിൽ ഏറ്റവും നന്നായി ഡാൻസ് ചെയ്യുന്ന, ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുന്ന ഒരു കുട്ടിയാണ് മഞ്ജു. അപ്പോൾ അതടക്കം എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം മഞ്ജുവിൻ്റെ ഒരു പ്രസൻസ് ഈ സിനിമയുടെ വിജയത്തിന് വലിയൊരു കാരണമായിട്ടുണ്ട്. നേരത്തെ പേര് പറഞ്ഞപ്പോഴാണ്, പേര് ഒരുപാട് പ്രശ്നം എന്ന് പറഞ്ഞപ്പോൾ വിനീതൻ പിള്ള. പക്ഷെ വിനീത് എൻ പിള്ളை, അതെങ്ങനെ വിനീതൻ പിള്ളയായി? അത് ശരിക്കും ആ പേര് ഇട്ടത് രഞ്ജൻ പ്രമോദാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ, കാര്യം മോഹൻലാലിൻ്റെ ഇന്നത്തെ പ്രായത്തിന് ഇന്നത്തെ രൂപത്തിന് യോജിക്കാത്ത പേരാണ് വിനീത്. നമുക്ക് രാജനോ മഹാദേവൻ ഒക്കെയാണ് ലാലിൻ്റെ പേര്, യങ് നെയിമാണ്. അപ്പോൾ വിനീത് എൻ പിള്ള എന്നുള്ളതിലൊരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ട് പേരിന്. ഇപ്പോൾ ടി.പി. ബാലഗോപാലൻ എം.എ. അല്ലെങ്കിൽ ഗോപാലകൃഷ്ണ പണിക്കർ എന്ന് പറയുമ്പോൾ ആ പേരിനൊരു വ്യക്തിത്വമുണ്ട്, സേതു. അപ്പോൾ വിനീതൻ പിള്ള, വിനീത് എൻ പിള്ള, വിനീതൻ പിള്ള എന്ന് എല്ലാവരും വിളിക്കും. അപ്പോൾ ആ പേരിലൂടെ കുറച്ച് ഹ്യൂമർ ഉണ്ടാക്കാൻ പറ്റും എന്ന് പറഞ്ഞൊരു കോമഡി പേരല്ല. പുള്ളി പറയുന്നുണ്ടല്ലോ ഈ അച്ഛൻ്റെ പേര് നാണുപിള്ള എന്നാണ്, അത് കുറച്ച് പഴയതാണ്, പക്ഷേ വിനീത് ഇപ്പോഴും മോഡേണാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ആ ലാലിൻ്റെ ക്യാരക്ടറിനൊരു ഒന്ന് ബാക്കിങ് ഒരു പിന്താങ്ങാണത്. സാധാരണ നമുക്ക് ഏത് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോഴും സ്ത്രീകൾക്കാണ് മുകളിലൊരു എഡിറ്റർ വരുമ്പോഴോ അല്ലെങ്കിൽ മുകളിലൊരു ബോസ് വരുമ്പോൾ നമ്മളെ എവിടെയൊക്കെയോ ചെറുതായിട്ട് നമുക്ക് ചെറിയ ചെറിയ ബ്ലോക്ക് വരും. ഇവിടെ ഒരു എഡിറ്റർ വന്നപ്പോൾ റീനു മാത്യൂസിൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണത്? റീനു മതി അല്ലെങ്കിൽ അതിന് വേണ്ടി സാർ ഒത്തിരി സമയം ഇല്ല? അത് ഞാൻ ഒന്നുകിൽ റീനു മാത്യൂസ് അല്ലെങ്കിൽ ഏതെങ്കിലും പുതുമുഖം ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. കണ്ട് വളരെ കൂടുതൽ പരിചയമുള്ളൊരു നടി വേണ്ടെന്ന് വെച്ചാൽ. അപ്പം ഈ റീനു നമ്മൾ പല പടങ്ങളും കാണുന്നത് കോട്ടസാരി എടുത്തിട്ട് ഉള്ള ഒരു പ്രത്യേക ലുക്കിലായിരുന്നു. അപ്പോൾ റീനു വെച്ച എല്ലാ സിനിമകളിലും അങ്ങനെയാണ് നമ്മൾ കാണാറുള്ളത്. ഞാനൊരിക്കലും ഒരു വീക്കിലിയിൽ ഒരു സിനിമ വീക്കിലിയിൽ റീനുവിൻ്റെ റിയൽ ഫോട്ടോസ് കണ്ടിട്ട് ഞാൻ റീനുവിനെ കോൺടാക്ട് ചെയ്യണം ചെയ്തത്. അപ്പോഴാണ് റീനു എന്നെ കാണാൻ വന്നപ്പോൾ ഞങ്ങൾ സംസാരിച്ചപ്പോഴാണ് റീനുവിൻ്റെ വേഷം ഇതാണ്. റീനു വളരെ മോഡേൺ ആയിട്ടുള്ള ഒരു എയർ ഹോസ്റ്റസ് ആണ്. അത്തരം ഒരു വേഷത്തിൽ റീനു വന്നിട്ടില്ല. പിന്നെ ഇതിൽ മഞ്ജു ആണ് സെൻട്രൽ ക്യാരക്ടർ എന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. പക്ഷേ ഈ ഒരു ക്യാരക്ടർ റീനു ചെയ്താൽ അതിനൊരു സത്യസന്ധത ഉണ്ടാവും. അപ്പോൾ റീനുവിന് ആ സമയത്ത് ശരിക്കും ലീവ് കിട്ടാനൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ടായിരുന്നു.
അപ്പോൾ റീനു ഇല്ലെങ്കിൽ ഞാൻ ഒരു പുതുമുഖത്തിനെ തന്നെ പ്ലാൻ ചെയ്തിരുന്നു, ആലോചിച്ചിരുന്നുള്ളൂ. പക്ഷേ റീനു ഭാഗ്യത്തിനുണ്ടായി. അതുകൊണ്ട് തന്നെ ഒരു ഇമേജിൻ്റെ ഗുണം കൂടി നമുക്ക് കിട്ടുന്നുണ്ട്. ലാലുമായിട്ട് ചിലപ്പോൾ ഇവൾ അടുത്തേക്കാം എന്ന് നമുക്ക് ചിലപ്പോൾ തോന്നലുണ്ടാകും. ഒരു സ്നേഹം. അതെ. മോഹൻലാൽ ഇടയ്ക്ക് മഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞു, എനിക്ക് ശരിക്കും പറഞ്ഞാൽ റീനു മാത്യൂസിനെ കല്യാണം കഴിച്ചിട്ട് ഈ വനിതാരത്നത്തിന്റെ ഉടമസ്ഥനായിട്ട് ഇരിക്കാമായിരുന്നു, ഈ അഡ്വക്കേറ്റ് ദീപ വന്ന് കയറിയില്ലായിരുന്നെങ്കിൽ എന്നൊക്കെ തമാശക്ക് പറയും. വനിതാരത്നം എഗെയിൻ നമുക്ക് ആ പേരുകളിലെല്ലാം ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. വനിതാരത്നം എന്ന് പറയുന്ന ഒരു TV ഷോയുടെ ഒരു പേരായിരുന്നു. വനിതാരത്നം എന്ന് പറഞ്ഞാൽ ഒരു ഫീമെയിൽ മാഗസീനിന് ഇടാവുന്ന ഒരു പേര്. പെട്ടെന്ന് ആളുകൾക്ക് ഇങ്ങനൊരു പേരുണ്ടല്ലോ, ഇങ്ങനെ ഒരു മാസിക ഉണ്ടല്ലോ എന്ന് തോന്നും. കാര്യം വനിതയുണ്ട്, മഹിളാരത്നം ഉണ്ട്. അതെ. പെട്ടെന്ന് വനിതാരത്നം എന്ന് പറയുമ്പോൾ ഇതൊരു കേട്ട് കഴിഞ്ഞൊരു ശീലമുള്ള പേരായതുകൊണ്ട് അത് പെട്ടെന്ന് ആളുകൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സിനിമയിലേക്ക് എല്ലാ ഘടകങ്ങളും നമ്മൾ വളരെ സൂക്ഷ്മമായി ചെയ്യുമ്പോഴാണ് ആ സിനിമ നന്നാവുന്നത്. ഇപ്പോൾ അതിന് വേറൊരു പേര് വേണമെങ്കിൽ ഇടാം. പക്ഷേ വനിതാരത്നം കുറച്ച് പെട്ടെന്ന് ആളുകളുടെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഈസിയാണത്. ഒരുപാട് ഡയറക്ടേഴ്സ് വരുന്നു, ഡെബ്യൂ സിനിമകൾ ചെയ്യുന്നു, ടെക്നോളജിയുടെ പുറകെ, ബട്ട് നല്ല പ്രൊഡക്ഷൻ, നല്ല സിനിമ. അതുപോലെ തന്നെ ഒരുപാട് ഹീറോയിൻ. ഒരു ഡയറക്ടർ വന്ന് എത്ര നല്ല 1-2 സിനിമകൾ ചെയ്താലും അവരുടെ അടുത്തൊരാഗ്രഹമാണ് സൂപ്പർ സ്റ്റാർസിനെ വെച്ച് ഒരു സിനിമ എടുക്കണം. മമ്മൂക്ക അല്ലെങ്കിൽ ലാലേട്ടൻ അങ്ങനെ പോകുന്നു. അതുപോലെ തന്നെ ഹീറോയിൻ ഏത് സിനിമയിൽ വന്നു എന്നുള്ള സെക്കൻഡ് 1-2 പടം കഴിയുമ്പോൾ അവർ ഓക്കെ, അടുത്തത് ഞാൻ സത്യനന്ദിക്കാടിൻ്റെ പടം, സത്യേട്ടൻ്റെ പടത്തിൽ അഭിനയിച്ച് കഴിയുമ്പോൾ അവരുടെ ഒരു ഗ്രേഡ് കൂടുകയാണ്. എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? പ്രധാനമായിട്ടും വളരെ ശ്രദ്ധാപൂർവ്വം സിനിമ ചെയ്യുന്ന ഒരാളാണ് ഞാനെന്നുള്ളത് ഒന്ന്. മറ്റൊന്ന്, കൂടുതൽ സിനിമകൾ ചെയ്തിട്ട് മനുഷ്യരെ ബോറടിപ്പിക്കുന്നില്ല. ഒരു വർഷത്തിലൊരു സിനിമയാണ് ചെയ്യുന്നത്. ആ ചെയ്യുന്ന സിനിമ നന്നാവുകയും ഓടുകയും ചെയ്യുന്നു. അപ്പോൾ അത്രയും സൂപ്പർ ഹിറ്റ് ആകുമ്പോൾ നമുക്ക് എങ്ങനെ സത്യേട്ടനെ കൺട്രോൾ ചെയ്യും എന്ന് വെച്ചാൽ വീണ്ടും ഒരു സിനിമ ചെയ്യണമെന്ന് തോന്നില്ലേ? അത് എൻ്റെ ഒരു വലിയ ഭാഗ്യമാണ് അങ്ങനെ ആളുകൾക്ക് തോന്നുന്നത്. ഈ ഡേറ്റിനെ പറ്റിയുള്ള പ്രോബ്ലം ഉണ്ടാവുന്നില്ല എന്നുള്ളതൊക്കെ ഇപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കുന്നത് അടുത്ത സിനിമയെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ നല്ല കഥ രൂപപ്പെട്ട് കഴിഞ്ഞിട്ട് ആരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ഡേറ്റ് ഉണ്ടാവും. കാരണം അവർക്കൊരു വിശ്വാസം വേണം, ഇയാൾ നമ്മളെ ചീറ്റ് ചെയ്യുന്നതല്ല, നമ്മുടെ ഒരു നെയിം വിറ്റ് കാശാക്കാൻ വേണ്ടി സിനിമ ചെയ്യും. അപ്പോൾ മോഹൻലാൽ എന്ന് പറയുന്ന ഹീറോനെ വെച്ചിട്ട് നമുക്ക് എങ്ങനെയുള്ള വേണമെങ്കിലും സിനിമകൾ ഉണ്ടാക്കാം. ഇതിൽ ശരിക്കും മോഹൻലാൽ ഹീറോ ആയിട്ട് അഭിനയിക്കുന്നുണ്ടെങ്കിലും ഒരുപാട് സീക്വൻസ് ദീപയ്ക്കാണ്. സത്യം. അപ്പോൾ കഥയ്ക്കാണ് മിസ് ചെയ്യുന്നില്ല. ലാലിൻ്റെ പ്രസൻസ് അത്യാവശ്യമാണ്. അപ്പോൾ അത് ഈ ആക്ടേഴ്സിന് ഉള്ളൊരു വിശ്വാസമുണ്ട്. അത് പിന്നെ ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്യുന്നവർക്ക് പോലും എന്നിലൊരു വിശ്വാസമുണ്ട്. കാര്യം നമ്മളൊക്കെ പല സിനിമകളും കാണാറുണ്ട്, പ്രസിദ്ധരായ നായകന്മാരോ നായികമാരോ നിൽക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആണെങ്കിലും ഒരു ചെറിയ ക്യാരക്ടർ വന്നാൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാതെ ഷൂട്ട് ചെയ്യും. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഫേസിൻ്റെ അവിടെ ക്യാമറ വയ്ക്കുകയും അവർക്ക് ചിലപ്പോൾ ഒരു ക്ലോസപ്പ് ഉണ്ടാവണമെന്നില്ല. എൻ്റെ സിനിമകളിൽ അവർക്കാണ് ആ സീനിൽ ഇമ്പോർട്ടൻസ് എങ്കിൽ അവർക്ക് തന്നെയാണ് അതിൽ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആണ് ഒടുവിൽ ഉണ്ണികൃഷ്ണൻ. അതെ. അങ്ങനെ കുറേ നമ്മൾ എത്രയൊക്കെ ടെക്നോളജി ഇതെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഹാളിലൂടെ ചായ കുടിച്ചുകൊണ്ട് പോകുമ്പോഴായിരിക്കും TV-യിൽ ഇടയ്ക്ക് വായിക്കുന്നത്. അപ്പം അറിയാതിരുന്ന മലയാളി അവിടെ ഇരുന്ന സിനിമ കാണുകയാണ്. അവർ ആക്ടേഴ്സ് ആണല്ലോ. നമുക്ക് മലയാളത്തിനുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറയുന്നത് ഉഗ്രൻ ആക്ടേഴ്സ് നമുക്കുണ്ടെന്നുള്ളതാണ്. ഏത് ക്യാരക്ടർ അതിൽ പലരും നഷ്ടപ്പെട്ടു പോകുന്നു എന്നുള്ള സങ്കടമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ തിലകൻ, അല്ലെങ്കിൽ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ, ഫിലോമിന, പപ്പുവേട്ടൻ, അങ്ങനെ കുറേ ആളുകൾ നമ്മുടെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. അത് ഒരു നികത്താനാവാത്ത നഷ്ടമാണ്. എങ്കിലും നമുക്ക് ഏത് ക്യാരക്ടേഴ്സും ചെയ്യാൻ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. നല്ല ടാലൻ്റഡ് ആയിട്ടുള്ള ആളുകൾ മലയാളത്തിലുണ്ട്, കണ്ടെത്തണം, അത്രയേ ഉള്ളൂ. ആ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു എത്ര സമയം എടുക്കും? സിനിമകളാണോ അത് ഞാനൊരുവിധം എല്ലാം കാണുകയും ശ്രദ്ധിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതായത് ഞാൻ വീട്ടിലുള്ള സമയത്ത് പത്രങ്ങൾ വായിക്കും, മാസികകൾ വായിക്കും, കാണും, TV കാണും, ചിലപ്പോൾ സീരിയൽ കാണും, ചില അഭിമുഖങ്ങൾ കാണും. ഇതൊക്കെ എനിക്ക് ആർട്ടിസ്റ്റുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു രസതന്ത്രം എന്നുള്ള സിനിമ എടുക്കുന്ന സമയത്ത് KPSC എഴുതുന്ന മകളായിട്ടൊരു ക്യാരക്ടറിനെ ഞാൻ ഫിക്സ് ചെയ്തിട്ടിരുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ത്യ വിഷൻ ഓൺ ചെയ്തപ്പോൾ അതിൽ ഒരു ഇൻ്റർവ്യൂ നടക്കുന്നു. നാടകത്തിൽ അഭിനയിച്ച ഒരു പെൺകുട്ടിയെ, ഗ്രീസിൽ പോയ നാടകം അഭിനയിച്ചൊരു പെൺകുട്ടിയെ ഒരാൾ ഇൻ്റർവ്യൂ ചെയ്യുന്നു. അപ്പോൾ ആ കുട്ടിയുടെ സംസാരവും ചലനങ്ങളും ശ്രദ്ധിക്കുകയാണ്. എന്നിട്ട് ചാനലിൽ കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ ഇവരുടെ നമ്പർ എടുത്തിട്ട് വിളിച്ച് എന്നെ കാണാൻ വരാൻ പറയണം. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നതാണ്. അപ്പോൾ ഒരു അരനാഴിക നേരം എന്ന് പറഞ്ഞ സീരിയൽ വന്നിരുന്നു, ശിവമോഹൻ തമ്പിയുടെ. അപ്പോൾ ഞാൻ കാണും, കാര്യം മുരളിയായിരുന്നു ഒരു ഹീറോ. അപ്പോൾ എല്ലാ ആഴ്ചയിലും അത് ഞാൻ നന്നായിട്ട് എടുത്തിരുന്ന, അത് കംപ്ലീറ്റ് ആയില്ല, പക്ഷെ അതിൽ ഉഗ്രൻ ആക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നോക്കുമ്പോഴാണ് ഞാൻ ചെമ്പിൽ അശോകൻ, ലക്ഷ്മിപ്രിയ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആ സീരിയലിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുന്നു. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്യാണ്. അപ്പോൾ
നാടകത്തിൽ ഇപ്പോൾ ഈ പടത്തിൽ ലാസ്റ്റ് ജലീലായിട്ട് അഭിനയിച്ച സന്തോഷ്, അവർക്ക് ഡ്രാമ നാടകത്തിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ്. അത്തരം ആളുകളെയൊക്കെ നമ്മളിതിലേക്ക് മാക്സിമം കൊണ്ടുവരും. അല്ലെങ്കിൽ ചാൻസ് അന്വേഷിച്ച് നടക്കുന്നവരല്ല നമ്മൾ വിളിക്കുന്നത്. അത് വലിയ തെറ്റിദ്ധാരണ. കാണാൻ കുറച്ച് സൗന്ദര്യമുണ്ട്, കൂട്ടുകാർ പറയും നിനക്ക് സിനിമ നടനാവാനുള്ള കഴിവുണ്ടല്ലോ, അല്ലെങ്കിൽ നിനക്ക് നടിയായിക്കൂടെ എന്ന് പറയുമ്പോൾ ഉടനെ നടനാവാനും നടിയായിട്ട് ഇറങ്ങുന്നവരല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടത് മാമുക്കോയനെയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒടുവിൽ ഉന്മേഷനെയാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടാലൻ്റ് ഉള്ള ആളുകൾക്ക് സ്പേസ് മലയാള സിനിമയിലുണ്ട്. സന്തോഷ് ജലീലായ പോലെ നാടകത്തിൻ്റെ കാര്യം പറഞ്ഞപ്പം തോന്നിയ ഒരു സംശയമാണ്. നാടകത്തിൽ നിന്നും വരുന്ന ആൾക്കാർക്ക് അങ്ങനെ പറയാറുണ്ട്, കൂടുതൽ അവർക്കൊരു ഓവർ ആക്ടിങ് ഉണ്ടെന്ന്. അപ്പം സത്യേട്ടൻ്റെ പടത്തിലാണെങ്കിൽ നമുക്ക് ബിഹേവ് ചെയ്താൽ മതി എന്ന് പറയാറുണ്ട്. അപ്പം ഇത്രത്തോളം സട്ടിലാക്കി അവരെങ്ങനെ എടുക്കും? അത് നമ്മൾ ചെയ്യിപ്പിച്ചെടുക്കണം. ഇല്ല ഒന്നുമില്ല, അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ള ഒന്ന്. ആദ്യം തന്നെ ഞാൻ അവരുമായിട്ടുള്ള ഒരു കൂടിക്കാഴ്ച, അല്ലെങ്കിൽ അവർക്ക് എന്നെ പേടിയില്ലാതാക്കും. ആദ്യം തന്നെ വന്നു കഴിയുമ്പോൾ തന്നെ നമ്മൾ അവരോട് തമാശകൾ പറഞ്ഞ് സംസാരിച്ച് അവർ വേറെ ഒരു കുറേ സീനിയറായിട്ടുള്ള സിനിമകൾ ചെയ്തിട്ടുള്ള ഒരാളാണെന്നുള്ളൊരു ഭാവമൊക്കെ മാറ്റി വളരെ ഫ്രണ്ട്ലി ആകുമ്പോൾ തന്നെ അവർക്ക് കുറച്ചെങ്കിലും ബലം പിടുത്തൊക്കെ പോകും. പിന്നെ കൂളായിട്ട് നമുക്ക് അവരുടെ അടുത്ത് പറഞ്ഞ് കൈകാര്യം ചെയ്യാവുന്നേ ഉള്ളൂ. അല്ലാതെ വരട്ടിയിട്ടൊന്നും ഒരു ആർട്ടിസ്റ്റിനും നമുക്ക് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. ഞാനൊരാളെയും ഇങ്ങനെ ഒരു ആക്ട് ചെയ്യുമ്പോൾ എൻ്റെ സെറ്റിൽ വന്ന് നോക്കിയാൽ ഒരു നിർബന്ധമായിട്ട് പിടിച്ചു വലിച്ചിട്ടല്ല ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ ഒരു പിക്ചറുണ്ട്. അവർ ഫ്രീ ആയിട്ട് ചെയ്യാൻ പറയണം ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ ഞാൻ പറയുന്നതിനേക്കാൾ നന്നായിട്ട് അവർ പെർഫോം ചെയ്യും. അല്ല, കംഫർട്ട് സോണിൽ കിട്ടുമ്പോൾ നമുക്ക് പേടിയില്ല. റിയൽ ആക്ടിങ് വരെയാണ്. അത് അതിൽ കിടക്കുമ്പോൾ എനിക്ക് കൺട്രോൾ ചെയ്യാം. ഇതിപ്പോൾ നമ്മളിവിടെ ഇരുന്നിട്ട് മൈക്കിലിരുന്നിട്ട് ഭയങ്കരമായ സംസാരങ്ങളും നിർദ്ദേശങ്ങളും കൊടുക്കുമ്പോഴാണ് ആളുകൾ പേടിക്കുന്നത്. ഞാൻ വളരെ അപൂർവമായിട്ട് മോണിറ്ററിൻ്റെ പുറകിലിരുന്നിട്ട് ഡയറക്റ്റ് ചെയ്യാറുള്ളൂ. ഞാൻ അധികം ക്യാമറയുടെ പിന്നിൽ തന്നെയാണ് നിൽക്കുക. അപ്പോൾ നേരെ സ്ട്രൈറ്റ് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ മാത്രമേ മോണിറ്റർ നോക്കാറുള്ളൂ. മറ്റേത് ആർട്ടിസ്റ്റ് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അവർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. പിന്നെ നമ്മളിതൊന്നും ഈ ഒരു ചൂരലും കൊണ്ടൊരു മാഷ് പഠിപ്പിക്കലല്ലോ. അഭിനയിക്കുന്ന ഒരു ചെറിയ ആർട്ടിസ്റ്റിന് പോലും അവരുടെ ടാലൻ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ നമുക്ക് നോട്ട് ചെയ്യാവുന്നതാണ്. നമ്മളിപ്പോൾ എൻ്റെ ഒരു സിനിമ വിജയിക്കുന്നത് അത് എൻ്റെ കഴിവുകൊണ്ട് മാത്രമല്ല, അതിൽ അഭിനയിച്ചിട്ടുള്ള, അല്ലെങ്കിൽ പാട്ട് എഴുതിയിട്ടുള്ള, അല്ലെങ്കിൽ ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ള ഓരോ ആളുകളുടെയും കോൺട്രിബ്യൂഷൻ കൊണ്ടാണ് ഒരു സിനിമ നന്നാവുന്നത്. അത് നമുക്ക് അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഒരു സിനിമയുടെ പുറകിലും ഫിലിം ബൈ സത്യന്തിക്കാതെ ഞാൻ ഒരിക്കലും വെക്കാത്തത്. അതെൻ്റെ മാത്രമല്ല എന്ന് എനിക്കറിയാവുന്നതാണ്. വെരി കമൻറ്റബിൾ. ഒരു സിനിമയ്ക്ക് വേണ്ടി സത്യേട്ടൻ സിനിമയുടെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ, ഇപ്പം നാളെ തൊട്ട് ഡിസ്കഷൻ തുടങ്ങുമെന്ന് പറഞ്ഞാൽ പിന്നെ ഫോണിൽ കിട്ടാറില്ല. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പട്ടാമ്പി ആ സൈഡിൽ എവിടെയോ പോയി ഇരുന്നാണ് എഴുതുന്നത്. അപ്പം എങ്ങനെയാണ് ഈ ഒരു തിരക്കുകളിൽ നിന്ന് മാറി നിൽക്കുന്നത്? അത് എല്ലാ സിനിമയും ഒരേപോലെയല്ല. ഈ പട്ടാമ്പി അല്ലെങ്കിൽ ഷൊർണൂർ ചെന്നിരിക്കാറുണ്ടായിരുന്നത് പ്രത്യേകിച്ച് ലോഹിദാസ് ഉള്ളപ്പോഴായിരുന്നു. ലോഹിദാസിൻ്റെ കൂടെയുള്ളൊരു ശീലമാണ് ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ വന്നിരിക്കും. ലോഹിദാസ് പോയതിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ചെറുതുരുത്തിയിൽ മറ്റേ പുഴ കടന്ന് അങ്ങോട്ട് പോയിട്ടില്ല, ഈ എഴുതാനായിട്ടിരുന്നില്ല. കാര്യം ഷൊർണൂർ ഗസ്റ്റ് ഹൗസിൽ എഴുതാനിരിക്കുമ്പോൾ മുഴുവൻ ലോഹിയുടെ ഓർമ്മ വരും. കാര്യം ഞങ്ങൾ രാത്രി ഒരു മുറിയിലിരിക്കുന്ന ലോഹി അപ്പുറത്ത് മുറിയിലുണ്ടാവും. ചിലപ്പോൾ പാതിരാത്രി ഞങ്ങൾ വല്ലതും വായിക്കുകയായിരിക്കും. ചിലപ്പോൾ 1 മണിയാകുമ്പോൾ ലോഹി ഒന്ന് വാതിൽ തട്ടും. അങ്ങനെ ഉള്ള ഒരുപാട് അനുഭവങ്ങളുള്ളതുകൊണ്ട് അത് വല്ലാത്തൊരു മിസ് ചെയ്യും പുള്ളിയെ. അതുകൊണ്ട് ഞാൻ ആ വഴിക്ക് അധികം പോകാറില്ല ഇപ്പോൾ. പിന്നെ ഓരോ സിനിമയും ഓരോ രീതിയിലുണ്ടാവുന്നതാണ്. ചിലപ്പോൾ നമുക്കൊരു കഥയുടെ ആശയമായിരിക്കും ആദ്യം മനസ്സിൽ തെളിയുന്നത്, ഞാൻ എഴുതുന്നതാണെങ്കിൽ. അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞൊരു കഥയാണ് നമുക്കൊരു സ്കോപ്പ് ഫീൽ ചെയ്താൽ അവരുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്തിരിക്കണം. ഇപ്പോൾ രഞ്ജൻ പ്രമോദ് എഴുതാൻ തയ്യാറാകുമ്പോൾ പ്രമോദിന് ഇരിക്കാൻ താല്പര്യമുള്ള സ്ഥലത്ത് നിന്ന് നമുക്ക് നോക്കുകയാണ്. ഞാൻ ഏത് ആളുകളുടെ ടേസ്റ്റിലേക്കും വരാൻ തയ്യാറായ ഒരാളാണ്. എനിക്കങ്ങനെ നിർബന്ധങ്ങളില്ല. അപ്പോൾ അധികം ആളുകളില്ലാത്തൊരു സ്ഥലം വേണം. മൊബൈൽ എന്ന് പറയുന്നൊരു വലിയൊരു വില്ലനാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ സമയം കളയുന്ന, അതേസമയം നമുക്കിത് ആവശ്യമാണ് തന്നെ. അപ്പോൾ ഞാൻ പലപ്പോഴും സൈലൻ്റ് ആയിരിക്കും, വെച്ചിരിക്കും. പിന്നെ പേര് ഫീഡ് ചെയ്യുന്ന നമ്പറുകൾ മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ചിലപ്പോൾ കട്ട് ഓഫ് ചെയ്യും, ടോട്ടൽ ഫോൺ കട്ട് ഓഫ് ചെയ്യും. അപ്പോൾ എൻ്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് സേതുവിനെ വിളിച്ചാൽ ആളുകൾക്ക് അല്ലെങ്കിൽ എൻ്റെ മകൻ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നത്, അപ്പോൾ അവനെ വിളിച്ചാലും ആളുകൾക്ക് അറിയാൻ പറ്റും. അത് ഓരോ രീതിയിൽ ഓരോ സമയത്ത് ചിലപ്പോൾ നമുക്ക് ഒരു ദിവസം ചിലപ്പോൾ വെറുതെ മുഴുവൻ ഇരുന്നിട്ട് ഒന്നും നടന്നില്ല എന്ന് വരും, ഒന്നും ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. അപ്പോൾ ഏകാന്തത നമുക്ക് ആവശ്യമാണ്. അതേസമയം ഏത് സമയവും ആ ഏകാന്തത ബ്രേക്ക് ചെയ്യാൻ നമുക്ക് സാധിക്കും വേണം. കാരണം ഒരു കാട്ടുമുക്കിൽ ചെന്നിരുന്ന് ചില ആൾക്കാർ പറയും നിങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് വരും, ഒരു ശല്യമില്ല, അവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ ഒരു വീടുണ്ട്, അവിടെ ഇരുന്നാൽ നിങ്ങൾക്ക് 100 ദിവസം ഓടുന്ന സിനിമ എഴുതാം എന്നൊക്കെ വെറുതെ പറയുന്നതാണ്.
എനിക്ക് ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് ഒന്ന് വൈകുന്നേരം ഒരു സിനിമ കാണാൻ പോകുന്ന തോന്നിയാൽ പെട്ടെന്ന് പോയി കാണാൻ പറ്റുന്ന ഒരു സ്ഥലം വേണം. ഒരു പുറത്തുനിന്ന് ഒരു ഫുഡ് കഴിക്കാൻ തോന്നിയാൽ പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റണം. അതേസമയം ഏത് സമയത്ത് ഉൾവലി ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഈ പ്രത്യേകം ഇതൊക്കെ സിനിമയിലും ഉണ്ട്. അതറിയാതെ സംഭവിക്കുന്നത്. നേരത്തെ നമ്മൾ ഒരുപാട് ആൾക്കാരെ മിസ് ചെയ്യുന്ന കഥ പറഞ്ഞു, നമ്മുടെ കൂടെ ഇല്ലാത്ത ആൾക്കാരുടെ, മലയാളത്തിലെ പ്രതിഭാധനരായ വ്യക്തികളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. ലൊക്കേഷനിൽ എത്രത്തോളം ബന്ധങ്ങൾ സൂക്ഷിക്കും? ഇന്ന് എത്രത്തോളം ബന്ധങ്ങളുണ്ട്? വർക്ക് ചെയ്യുന്ന ആൾക്കാരായിട്ട് മിക്കവാറും ഞാൻ വളരെ ഡീപ്പായിട്ട് ബന്ധം സൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ടാണ് പലപ്പോഴും എൻ്റെ സിനിമകളിൽ ആളുകൾ റിപ്പീറ്റ് ചെയ്യപ്പെടാറുള്ളത്. ഇപ്പം ഞാൻ പലപ്പോഴും ചിലത് ടിപ്പിക്കൽ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് മനഃപൂർവ്വം അത് വീണ്ടും ഇന്ന ആളാണെന്ന് തോന്നി എന്താണെന്ന് വെച്ചിട്ട് പലപ്പോഴും ഈ കുറച്ച് സിനിമകളായിട്ട് ആ പതിവ് കുറച്ച് മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ മിക്കവാറും ടെക്നീഷ്യൻസും ആർട്ടിസ്റ്റുകളൊക്കെ നമ്മളായിട്ട് അടുത്താൽ അതിൽ വേറെ ഒന്നും കൂടിയുണ്ട്. ടാലൻ്റുള്ള ഒരാളായിട്ട് അത് ഏത് മേഖലയിലാണെങ്കിലും നമുക്കൊരു വലിയ ആത്മബന്ധം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ മോമി ഞാൻ ഡയറക്റ്റ് ചെയ്യാൻ തുടങ്ങിയ ആദ്യത്തെ പടം തൊട്ട് എൻ്റെ കൂടെയുള്ള ആളാണ്. അയാളാണ് ഇന്നും മലയാളത്തിലെ ഏറ്റവും നല്ല സ്റ്റിൽ ഫോട്ടോഗ്രാഫർ. ലാൽ ജോസിൻ്റെ പടങ്ങളും എൻ്റെ പടങ്ങളൊക്കെ പുള്ളിയാണ് എടുക്കുന്നത്. അയാൾക്ക് ടാലൻ്റ് ഇല്ലെങ്കിൽ ഈ സൗഹൃദം സിനിമയായിട്ട് കൂട്ടിയണക്കാൻ പറ്റില്ല. ഇപ്പോൾ പാണ്ഡ്യൻ മണ്ഡ മേക്കപ്പ് മാനാണ്. ഇവരൊക്കെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളുകളാണ്. അതുപോലെ തന്നെ ആക്ടേഴ്സ് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ആൾക്കാർ മുഴുവൻ നല്ല കഴിവുള്ള ആളുകളാണ്. സൂപ്പർ സ്റ്റാർസിനപ്പുറം എല്ലാ സിനിമകളിലും ഉണ്ട്. ഇന്നസെൻ്റ് ഏട്ടനായാലും മമ്മൂക്കയായാലും. അതെ. അപ്പം ആ കഥ എഴുതുമ്പോൾ എങ്ങനെയാണ് ആ ക്യാരക്ടർ രൂപപ്പെടുന്നത്? അത് ചിലപ്പോൾ ക്യാരക്ടേഴ്സ് വരുന്ന സമയത്ത് ഇവരുടെ രൂപം നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുന്നത് അടുപ്പമുള്ളതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇന്നസെൻ്റ് എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പോൾ ഒരു വീട്ടിൽ ഇപ്പം അഡ്വക്കേറ്റ് ദീപയുടെ തൊട്ടയൽവക്കത്ത് ഒരു റിട്ടയർഡ് പോസ്റ്റൽ മാസ്റ്റർ എന്ന് പറയുമ്പോൾ അത് ഇന്നസെൻ്റ് ആവാമെന്ന് ആദ്യം തന്നെ ചിന്തിക്കുകയാണ്. പിന്നെ ആ ക്യാരക്ടർ വികസിക്കുന്നത് ഇന്നസെൻ്റിലൂടെ തന്നെയാണ്. അപ്പോൾ അതിന് വേറൊരാളെ നമ്മൾ കണ്ടെത്തുന്നില്ല. ഇത്തവണ ശരിക്കും പറഞ്ഞാൽ ഇന്നസെൻറ്റിന് പറ്റില്ലായിരുന്നു. കാര്യം ഇന്നസെൻ്റ് MP ആയി പാർലമെൻറ്റ് സമ്മേളനം നടക്കുന്ന സമയമാണ്. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ മോഹൻലാലിനോ മഞ്ജു വാര്യർക്കല്ല ഞാൻ ഷൂട്ടിംഗ് സമയത്ത് ഇമ്പോർട്ടൻസ് കൊടുത്തത് ഇന്നസെൻറ്റിനാണ്. ഇന്നസെൻ്റ് ഉള്ള ദിവസം ഇന്നസെൻറ്റിൻ്റെ സീൻസ് മാത്രം എടുത്ത് എന്നിട്ട് ഇന്നസെൻ്റ് വിട്ടിട്ടാണ് ബാക്കിയുള്ള സീൻസ് എടുത്തത്. അല്ലെങ്കിൽ എനിക്ക് അദ്ദേഹത്തിനെ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കറിയാച്ച എന്നുള്ള ക്യാരക്ടർ ഇന്നസെൻ്റ് ആയതുകൊണ്ടാണ് അടുത്തിരി നന്നാവുന്നത്. അവരൊക്കെ ഇന്നസെൻറ്റും ഒടുവിൽ ഉണ്ണീഷനും കുതിരോട്ടം വെപ്പും എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയ ആൾക്കാരല്ലേ. പഴയ രാവണനിൽ ഇന്നസെൻ്റ് അഭിനയിക്കാൻ ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു രംഗം എന്ന് പറയുന്നത് ലോക ക്ലാസിക്കാണ്. അങ്ങനെ ഒരു സീൻ വേറൊരു നടനെ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാ ആളുകളും അങ്ങനെ ടാലൻ്റ്. അപ്പോൾ ലളിത ചേച്ചി KP ലളിത ചെയ്യുന്ന ഒരു ക്യാരക്ടർ മുത്തുമണി എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മുത്തുമണിയെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോൾ ഞാൻ മുത്തുമണിയുടെ അമ്മ ഒരു കരച്ചിൽ രംഗം ഉണ്ടല്ലോ, ഞാൻ പെട്ടെന്ന് അതാണ് എൻ്റെ മനസ്സിൽ വന്നത്. ഞാൻ വെച്ചാൽ സിനിമയല്ല എന്ന് തോന്നിപ്പിക്കും നമ്മുടെ ക്യാമറയുടെ മുന്നിൽ. ഷൂട്ട് ചെയ്യുമ്പോൾ പോലും നമുക്ക് തോന്നും ഇത് സിനിമയല്ല എന്ന് തോന്നും. അങ്ങനെ പെർഫോം ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ വരുമ്പം ചെറിയ വിമർശനങ്ങൾ വരുമ്പം സത്യേട്ടൻ അതിനെ എങ്ങനെ എടുക്കും? വിമർശനങ്ങളെ ഞാൻ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാറുള്ളൂ. പക്ഷെ എന്നെ വിമർശിക്കുന്ന ഒരാൾ അയാൾക്ക് വിമർശിക്കാനുള്ള എന്താണ് അർഹത എന്നുള്ളതിനെ പറ്റി ആദ്യം ഒന്ന് ഞാൻ എൻ്റെ ഉള്ളിലൊന്ന് ആലോചിക്കും. ഇതൊരു ക്രിയേറ്റീവ് ആൾക്കാർക്കും ഒരു സപ്പോർട്ടാണ്. അതെ, അതായത് ഞാൻ പ്രകടമായിട്ട് അത് കാണിക്കുന്നില്ലെങ്കിലും ഒരാളെന്നെ വിമർശിക്കുമ്പോൾ ഇയാൾ എന്നെ വിമർശിക്കാൻ യോഗ്യനാണോ എന്നുള്ളതിനെ പറ്റി ഞാൻ ആലോചിക്കും. കാര്യം എന്നെ എന്നല്ല ഏതെങ്കിലും ഒരാൾ. അപ്പോൾ അവർ ചെയ്തിട്ടുള്ള കലാപ്രവർത്തനങ്ങൾ എന്താണ്? ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ആൾക്കാരെ നമ്മൾ വെറുതെ വിടും. നമ്മളതിനൊന്നും റിയാക്ട് ചെയ്യാൻ നിൽക്കില്ല. അത് സീരിയസ് ആയിട്ടുള്ള വിമർശനങ്ങളെ ഞാൻ വളരെ പോസിറ്റീവായിട്ട് ഉൾക്കൊള്ളുകയും അടുത്ത സിനിമയിൽ അതെന്തെങ്കിലും കോട്ടുണ്ടെങ്കിൽ ഞാൻ മാറ്റാൻ ശ്രമിക്കുകയും ചെയ്യും. കാര്യം ഇത് ഞാൻ ചോദിച്ചെന്ന് വെച്ചാൽ എല്ലാവരും വിമർശിക്കപ്പെടാറുണ്ട്. ചിലരെന്ന് പറഞ്ഞാൽ വളരെ അന്ന് ടെൻഷൻ അടിച്ച് ഒരു വർക്കും നടക്കില്ല. ചിലരെന്ന് പറഞ്ഞാൽ അതിനെ ഈ ചെവി കൂടെ കെട്ടി കുറച്ച് അസ്വസ്ഥത ഉണ്ടാക്കാൻ പറ്റും നോക്കുക. പക്ഷെ ഞാൻ പലപ്പോഴും വലിയ വിമർശനങ്ങൾ പലപ്പോഴും ഞാൻ കാണാറില്ല. കാര്യം ഒരു സിനിമ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ആദ്യത്തെ ദിവസങ്ങളൊന്നും നെറ്റൊന്നും നോക്കിയേയില്ല, ഫേസ്ബുക്കൊന്നും നോക്കിയില്ല. കാര്യം നമ്മളെ അനുകൂലിച്ച് പറയുന്നവരുണ്ടാവാം, പ്രതികൂലിച്ച് പറയുന്നവരുണ്ടാവും. അവരവരുടെ കാര്യം പറയട്ടെ. അതൊന്നുമല്ല ജനങ്ങൾ വിധി തീരുമാനിക്കുന്നത്. പിന്നെ ഈ ചില വീക്കിലികളിൽ വരുന്ന ഗോസിപ്സോ അല്ലെങ്കിൽ കുറ്റം പറച്ചിലുകളോ നമുക്ക് ഞാൻ മുടി വെട്ടാൻ പോകുമ്പോഴേക്കാണ് പലപ്പോഴും കാണുന്നത്. ഇത് നമ്മൾ കാണുമ്പോഴേ നമുക്ക് പ്രശ്നമുള്ളൂ. പലതും നമ്മൾ കാണാറില്ല. ചിലപ്പോൾ ആരെങ്കിലും പറയുമ്പോൾ നമ്മൾ അത് കേൾക്കുന്നല്ലാതെ അപ്പോഴും ഈ പറയാൻ കാരണക്കാരനായ ആളുകളെ പറ്റി നമ്മൾ വാച്ച് ചെയ്യും. ഞാൻ ഒരിക്കൽ കഴിഞ്ഞ തവണത്തെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിരുന്നു, എൻ്റെ അടുത്ത് സ്ക്രിപ്റ്റ് എഴുതാൻ അവസരം ചോദിച്ചിട്ട് നടന്നിരുന്ന ഒരാൾ പിന്നീട് മലയാളത്തിലെ ഒരു ചാനൽ വിമർശനമാണെന്ന് ഭയങ്കരമായിട്ട് വിമർശിക്കും. എൻ്റെ സിനിമ ഇറക്കുകയും എന്നെ മാത്രമല്ല കരിയറിനും മണിരത്നത്തിനും വിമർശിക്കും. അപ്പോൾ നമുക്കറിയാം എന്താണ് അയാളുടെ ഉള്ളിലുള്ളത്. കാര്യം അത് നമുക്കൊരു സ്ഥലത്ത് എത്തിപ്പെടാൻ പറ്റാതാകുമ്പോൾ നമുക്ക് ഇരുന്നിട്ടുള്ള ഫ്രസ്ട്രേഷൻ പിന്നെ നമുക്ക് പറയാമല്ലോ, ഗാലറിയിൽ നിന്ന് പറയാം, ഓ സച്ചിൻ തെണ്ടുൽക്കർ ആ ക്യാച്ച് വിട്ടത് മോശമായിപ്പോയി. ആ ക്യാച്ച് വിടുന്ന സമയത്ത് അയാളുടെ പ്രശ്നങ്ങൾ അയാൾക്കെല്ലാം അറിയുള്ളൂ. സത്യം പറയാൻ എളുപ്പമാണ്, ചെന്ന് അവിടെ പ്രവർത്തിക്കുമ്പോഴേ നമുക്ക് അതിൻ്റെ ഒരു
കുറ്റങ്ങൾ ഇഷ്ടം പോലെ ഈസി കണ്ണടച്ച് പറയും. അതിപ്പോൾ ഏത് സിനിമ, പ്രത്യേകിച്ചും കുറേ ഹിറ്റുകൾ മുമ്പ് ഉണ്ടാക്കിയിട്ടുള്ള ഡയറക്ടറെ വളരെ ഈസി ആയിട്ട് കുറ്റം പറയാൻ പറ്റും. അപ്പോൾ അതിനോട് പ്രവണതയുണ്ട് അല്ല എല്ലാ ആളുകൾക്കും, കേരളത്തിൽ മാത്രമല്ല മദ്രാസിലൊക്കെ ഉണ്ട്. അതർ ലാംഗ്വേജസ്. പിന്നെ കന്നത്തിൽ മുത്തപ്പെട്ടാണെന്നുള്ള അതിമനോഹരമായ സിനിമ ചെയ്ത് കഴിഞ്ഞിട്ട് മണിരത്നത്തിനെ ഞാൻ വിളിച്ചു ഈ സിനിമ കണ്ടിട്ട്. ഞാൻ തിയേറ്ററിൻ്റെ അവിടെ നിന്ന് പുറത്തിറങ്ങി ഉടനെ വിളിച്ചു. അപ്പോൾ മണിരത്നം പറഞ്ഞ് വലിയ ആശ്വാസമായി വിളിച്ചത്. കാര്യം ഇവിടെ ആളുകൾ എന്നെ തെരുവിക്കുന്നു, എന്താ റോജ പോലെ ആയില്ല, നായകൻ പോലെ ആയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും ആളുകൾ അനുഭവിക്കുന്ന ഒരു സംഭവം. നമ്മൾ വ്യത്യസ്തതകളുടെ സിനിമ ചെയ്യാൻ ശ്രമിച്ചാൽ മുഴുവൻ ഇങ്ങനെയുള്ള പഴികളൊക്കെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും. അതിപ്പോൾ എന്നും എപ്പോഴും റിലീസ് ചെയ്തപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കുന്നത് അതിനുള്ള ജനപ്രീതിയാണ്. കുറച്ച് കഴിയുമ്പോൾ അച്ചുവിൻ്റെ അമ്മ ഇറങ്ങിയ സമയത്ത്, മനസ്സിനൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ സീരിയൽ പോലെ ഇരിക്കുന്നു, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഞാൻ ഒരേ വഴിയിലൂടെ പോകുന്ന ഒരാളാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിൽക്കാലത്ത് ആ സിനിമകൾ അംഗീകരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കാമ്പുള്ള വിമർശനങ്ങളെ നമ്മൾ സ്വീകരിക്കുക, അല്ലാത്തതിന് അത് അർഹിക്കുന്ന അവഗണനയോട് തള്ളിക്കളയെന്നല്ലാതെ അതിനെ പറ്റി ഞാൻ മനസ്സ് അസ്വസ്ഥമാക്കാറുന്നില്ല. സത്യൻ്റെ സിനിമകൾ കണ്ടു, ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. ബട്ട് യങ്സ്റ്റേഴ്സായ ഒരുപാട് ആൾക്കാർക്ക് തോന്നും സിനിമയിൽ ഒക്കെ ഒരു ആസ്പിറൻറ്റ് ഡയറക്ടർ, ഒരു നാളെ എനിക്കും ഒരു ഡയറക്ടർ ആവണം, അങ്ങനെ മനസ്സിൽ തോന്നുന്ന, അത് വളരെ പാഷനേറ്റ് ആയിട്ട് കൊണ്ട് നടക്കുന്ന ഒരാളോട് എന്താണ് ഒരു ഫ്രണ്ട്ലി മെസ്സേജ് എന്ന് പറഞ്ഞാൽ? അല്ല, ഇതിന് ഒരു എളുപ്പ വഴിയില്ല. അത് എല്ലാ മേഖലയിലും വിജയത്തിന് എളുപ്പ വഴികളൊന്നുമില്ല. നമ്മുടെ സിൻസിയർ ആയിട്ടുള്ള അപ്രോച്ച് എന്ന് മാത്രമാണ്. പക്ഷേ ഹാർഡ് വർക്ക് ചെയ്യണം. അത് എവിടെ? അല്ല, അത് ഞാൻ പറയുന്നപ്പോൾ സിനിമ എന്ന് പറയുന്നത് ചിലർ പറയും ഭാഗ്യമാണ്, അങ്ങനെയാണ്. ഒന്നുമില്ല. സിൻസിയറായിട്ട് നമ്മൾ ശ്രമിച്ചാൽ സിനിമയിൽ നമ്മൾ ഇപ്പോൾ പൗലോ കൊയ്ലോയുടെ പ്രസിദ്ധമായ വാചകം തന്നെ ഉണ്ടല്ലോ, നമ്മുടെ മനസ്സിൽ ഏറ്റവും ഒരു മോഹം വിതയ്ക്കുന്ന വിധിയാണെന്ന് പറയാറുണ്ടല്ലോ. അതിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ തന്നെയാണ്. കാര്യം അന്തിക്കാട് എന്ന് പറയുന്നൊരു ചെറിയ ഗ്രാമത്തിൽ ഒരു പ്രത്യേകിച്ച് കലാപാരമ്പര്യമൊന്നും ഇല്ലാത്തൊരു കുടുംബത്തിൽ ജനിച്ച ഒരാളാണ് ഞാൻ. ഒരു ഇടത്തരം കുടുംബത്തിൽ ജനിച്ച ആളാണ്. അവിടെ എന്നെ റെക്കമെൻഡ് ചെയ്യാനോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ എത്തിപ്പിടിക്കാനോ ഒന്നും ആളുകളുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിലെ ലക്ഷ്യമെന്ന് പറയുന്നത് സിനിമ സംവിധാനം ചെയ്യുന്നതാണ് അന്ന് തൊട്ട്. അപ്പോൾ ഞാൻ വായിച്ചതും ഞാൻ എഴുതിയതും ഒക്കെ സിനിമ എന്ന സ്വപ്നം മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമ്മൾ അറിയാതെ എങ്ങനെയെങ്കിലും എത്തിപ്പെടുകയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഒരു ക്രേസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതൊരു കമ്പമായിട്ട് കണ്ടിട്ട് വരാൻ പാടില്ല. ഇതിൻ്റെ പ്രസിദ്ധി കണ്ടിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പണം കണ്ടിട്ട് ഒന്നും വന്നിട്ട് കാര്യമില്ല. നമ്മൾ സിനിമ പഠിക്കുക എന്നുള്ളതിനാണ്. സിനിമ പഠിച്ചിട്ട് ചെയ്താലാണ് സിനിമ നിലനിൽക്കുള്ളൂ. ഇപ്പോൾ പലപ്പോഴും നമ്മൾക്കറിയാം, ഈ ആളുകൾ പലരും എൻ്റെ അടുത്ത് പറയാറുണ്ട്, ഏതൊക്കെ സിനിമകളാണ് വന്നു പോകുന്നത് ആഴ്ചകൾ, നമുക്ക് ഒരു ഡയറക്ടേഴ്സിന്റെ പേര് പോലും ഓർമ്മ നിൽക്കുന്നില്ല, പടങ്ങൾ ഓർമ്മ തമാശകളൊന്നുമില്ല അവിടെ ഇട്ടിട്ട് വരും. ഇന്നും നമ്മൾ പഴയ സിനിമകളിലെ ഡയലോഗാണ് ഓർത്തു വരുന്നത്. അപ്പം അതിൻ്റെ പ്രധാനമായ കാരണം വെച്ചാൽ സിനിമ എന്ന് പറയുന്നത് വളരെ ശ്രദ്ധാപൂർവ്വം പഠിച്ച് ചെയ്യേണ്ട ഒരു ജോലിയാണ് ഡയറക്ഷൻ. എന്തുകൊണ്ടാണ് അടൂർ ഭാഷനൊക്കെ ഇത്രയും വർഷം മുമ്പ് തൊട്ട് പൂന ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ജോൺ അബ്രഹാം ഒക്കെ പോയി പഠിച്ചിട്ടുള്ളത്? സിനിമ എന്ന് പറയുന്നത് പഠിച്ചെടുക്കേണ്ട ഒരു കലയാണ്. ഇപ്പോൾ ഹരിഹരനായാലും അല്ലെങ്കിൽ സേതുമാധവനായാലും പി എൻ മേനോനായാലും നമുക്ക് നോക്കിയാൽ അറിയാം, അവർ സിനിമയുടെ കൂടെ നിന്നും കലാസംവിധായകനായും അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ പഠിച്ചിട്ടാണ് സിനിമ ചെയ്യുന്നത്. ആ ഒരു പഠനം സിനിമയ്ക്ക് ആവശ്യമാണ്. ഇന്ന് ടെക്നോളജി വികസിച്ചപ്പോൾ ഫിലിം പോലും സിനിമയ്ക്ക് വേണ്ട എന്നുള്ള സ്റ്റേജായപ്പോൾ ഒരു കഥ ഉണ്ടാക്കി നമുക്ക് എടുത്താലും ചിലപ്പോൾ ഒരു പടം ഹിറ്റായെന്ന് വരും. മനസ്സിലായില്ലേ? അത് രണ്ടാമതൊരെണ്ണം ചിലപ്പോൾ ഹിറ്റ് ആവണമെന്നില്ല. പക്ഷെ ഇതിനൊരു ക്രാഫ്റ്റ് ഉണ്ട്, സിനിമയ്ക്കൊരു ഭാഷയുണ്ട്, സിനിമയ്ക്കൊരു ഗ്രാമറുണ്ട്. അത് മനസ്സിലാക്കി ചെയ്യുമ്പോഴാണ് അത് നിലനിൽക്കുന്നത്. സത്യൻ്റെ സിനിമകളിലെ വലിയൊരു പ്രത്യേകത മ്യൂസിക്. ഇളയരാജ സാർ ഒരുപാട് നല്ല പാട്ടുകൾ തന്നു. ഇപ്പം മലർവാക കൊമ്പത്ത് എന്നുള്ള വളരെ മലയാളികൾ ആഘോഷിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് വിദ്യാസാഗറാണ് മ്യൂസിക് എന്ന് കേട്ടു, ജയേട്ടൻ പാടുന്നു. ആ ഒരു റെക്കോർഡിങ് എക്സ്പീരിയൻസ് അത് എനിക്ക് വലിയ സന്തോഷം ഉണ്ടായത്. കാര്യം കുറേ കാലത്തിന് ശേഷമാണ് ജയേന്ദ്രൻ എൻ്റെ സിനിമയിൽ പാടുന്നത്. ജയേട്ടന് മുമ്പ് യാത്രക്കാരെ ശ്രദ്ധിക്കുന്നുള്ള സിനിമയിൽ ഒന്ന് തൊടാൻ എന്നുള്ള പാട്ടൊക്കെ പുള്ളി പാടിയിട്ടുള്ളതാണ് ജോൺസിൻ്റെ മ്യൂസിക്കിൽ. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ അഡ്വക്കേറ്റ് ദീപ ഇൻ്റർവ്യൂവിന് സമ്മതിക്കുമ്പോൾ ഞാൻ വിദ്യാസാഗറിനോട് പറഞ്ഞത് ഈ വിനീതൻ പിള്ളയുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ആഹ്ലാദമാണ് പാട്ട്. അപ്പോൾ അതിനെ ഏത് രീതിയിലും പോകും, ചിലപ്പോൾ ഫാസ്റ്റ് റീതമാക്കാം. അപ്പോൾ വിദ്യാസാഗർ എൻ്റെ അടുത്ത് പറഞ്ഞു മെലോഡീസ് ആക്കാം. കാര്യം ഇയാളുടെ വിനീതൻ പിള്ളയുടെ ക്യാരക്ടറിലൊരു ഡെപ്തുള്ള ക്യാരക്ടറാണ്, അയാൾക്കൊരു റൂട്ട്സ് ഉള്ള ക്യാരക്ടറാണ്. അതുകൊണ്ട് നമ്മളൊരു അടിപൊളി പാട്ടല്ല വേണ്ടേ, മെലോഡീസ് ആയിട്ടുള്ള പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ്. അത് വിദ്യാസാഗറിനാണ് എൻ്റെ ക്രെഡിറ്റ്. ഈ മ്യൂസിക് ഇട്ടു ആദ്യം റഫീഖ് അഹമ്മദുണ്ട്. ഈ മ്യൂസിക് ഇട്ട് ഈ വരികൾ എഴുതിയിട്ട് ഈ വരികളോട് കൂടി പാടിയപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഭയങ്കര എക്സ്പ്രഷൻ വേണ്ട പാട്ടാണ്, ജയചന്ദ്രനാണ് പാടേണ്ടത്. ഞാൻ പറഞ്ഞു ജയേട്ടൻ തന്നെ പാടട്ടെ. ജയേട്ടന് പ്രായമൊന്നും ജയേട്ടൻ്റെ ശബ്ദത്തിന് ബാധിച്ചിട്ടില്ല. അങ്ങനെ ജയേട്ടൻ പാടിയപ്പോൾ വെറുതെ അല്ല മലയാളികൾ ഭാവഗായകനെന്ന്
പുള്ളി പറയുന്നത്. അപ്പോൾ തിയേറ്ററിൽ ഞാൻ വിത്ത് ഓഡിയൻസ് പടം കാണുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത്, ഒന്ന് എൻ്റെ സിനിമകൾ കാണാൻ വരുന്നത് മുഴുവൻ ഫാമിലിയാണ്. കല്യാണത്തിന് വരുന്ന പോലെയാണ് ആളുകൾ വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഭാര്യയും ഞാനും കൂടിയിട്ടാണ് തൃശ്ശൂർ കൈരളി പടം കാണാൻ പോയത്. അപ്പോൾ ചില അമ്മമാർ, അമ്മായിമാർ കൈ പിടിച്ച് കുട്ടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിറയുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. എനിക്ക് മറ്റൊന്നും ഈ മറ്റ് കമൻറ്റുകളൊന്നും എന്നെ ബാധിക്കാത്തത് കൊണ്ടാണ്. അപ്പോൾ അവരൊക്കെ വന്നിരുന്ന് പടം കാണുമ്പോൾ ആ പടത്തിൻ്റെ എൻഡിൽ ജയേട്ടൻ്റെ ശബ്ദത്തിൽ മലബാർ കൊമ്പത്തുള്ള പാട്ട് കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലുണ്ട്. അത് എനിക്ക് തോന്നുന്നത് നമുക്ക് ജയേട്ടൻ എന്ന് പറയുന്ന മലയാള സിനിമയുടെ വസന്തം തന്നെയാണ്. എൻ്റെ നിത്യവസന്തം എന്ന് നമുക്ക് പറയാം. രാജലക്ഷ്മി പാടിയിട്ടില്ല. രാജലക്ഷ്മി അസലായിട്ട് പാടിയിട്ടുണ്ട്. നല്ല പാട്ടാണ്. അല്ല, ആ നല്ല പാട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് മലയാളത്തിലുള്ള പാട്ട്. അതെ. അതുപോലെ തന്നെ ഒരു പുതിയ പാട്ടുകാരുണ്ടല്ലോ, നമ്മുടെ ഹരിശങ്കർ. അവൻ നിലാവുമായി എന്നുള്ള പാട്ട് ഇപ്പോൾ ഇതിനിടയിൽ വളരെ പോപ്പുലറായി. അതിൽ ഹരിശങ്കർ ഇത്രയും ചെറിയ പയ്യനാണെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. കാര്യം എം ജി രാധാകൃഷ്ണൻ്റെ സിസ്റ്ററുടെ പേരക്കുട്ടിയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് വിദ്യാസാഗർ പറഞ്ഞത് പുതിയ വോയിസ് വേണം ആ പാട്ടിനാണ്. അപ്പോൾ ബോംബെ എന്നുള്ള ഏതെങ്കിലും ഗായകരെ ട്രൈ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു മലയാളികളെ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ പ്രൊണൗൺസിയേഷൻ. പിന്നെ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു ബ്രില്യൻ ഗായകനെ കിട്ടിയിട്ടുണ്ട്. പുള്ളി തന്നെയാണ് പറഞ്ഞത്. കാര്യം രാജകൃഷ്ണനാണ് പുള്ളിയെ പരിചയപ്പെടുത്തിയെന്ന് പറഞ്ഞു. പാട്ട് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു ഇത് തന്നെ മതി, ഈ വോയിസ് തന്നെ മതി, എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്കൊന്ന് മ്യൂസിക്കൽ സൈഡിൽ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് പാട്ടുകൾ നന്നാവുന്നത്. ഇപ്പോൾ ഇളയരാജ സാറ് ചെയ്യുമ്പോഴും ജോൺസൺ ചെയ്യുമ്പോഴും എനിക്ക് പാട്ടുകൾ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാൻ പാട്ട് പണ്ട് എഴുതിയിരുന്ന ഒരാളാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പാട്ടുകൾ നന്നാവണം, സിറ്റുവേഷന് ആപ്റ്റായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അത് ഇളയരാജയും ജോൺസണും ഇപ്പോൾ വിദ്യാസാഗറും ഒക്കെ എൻ്റെ സിനിമനെ ഭയങ്കരമായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ഫാമിലി ഓഡിയൻസ് ആണ് കൂടുതലും ഉള്ളത് എന്നുള്ളൊരു പ്രത്യേകത കൊണ്ട് തന്നെയാണ് വെക്കേഷൻ ടൈമിൽ എന്നാൽ പ്ലാൻ ചെയ്യാം, അതോ അതങ്ങനെ വന്നു പോയത്? അങ്ങനെ വന്നു ചേർന്നാണ്, അല്ലാതെ അത് ഒരു മുൻകൂട്ടി കണ്ടിട്ടുള്ളതല്ല. ഏത് സമയത്ത് റിലീസ് ചെയ്യുമ്പോഴും ഫാമിലികൾ വരും. നല്ല സിനിമ റിലീസ് ചെയ്യാത്ത കുഴപ്പമേ ഉള്ളൂ. ഇപ്പോൾ ഈ എല്ലാവരും പ്രേക്ഷകൻ തിയേറ്ററിലേക്ക് വരുന്നില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? പ്രേക്ഷകൻ്റെ കുറ്റം കൊണ്ടല്ല, അവന് വരാൻ തോന്നണ്ടേ? മനസ്സിലായില്ല. ആദ്യം തന്നെ ചിലപ്പോൾ ഇടിച്ചു കയറി വരണമെന്നില്ല. ഇതിൻ്റെ അഭിപ്രായങ്ങൾ കേട്ടിട്ടാണ് വരുന്നത്. അത് ഏത് സീസണിലായാലും. പിന്നെ പടം മോശമാകുമ്പോൾ സിനിമക്കാർക്ക് പറയാൻ ഒരു കാരണമാണ്, പരീക്ഷക്കാലത്ത് റിലീസ് ചെയ്തു പോയി, ശബരിമല സീസണായി പോയി എന്നൊക്കെ പറയുകയാണെങ്കിൽ നോമ്പ് കാലമായി എന്നൊക്കെ പറയാവുന്ന ആ സമയത്ത് നല്ലൊരു സിനിമ വരട്ടെ, ജനം ഇടിച്ച് കയറി കാണും. അല്ല, മഴ വന്നാലും പറയും നല്ല സിനിമ, മഴ വന്നാൽ എവിടെയും പോയി ഇരിക്കാൻ പറ്റില്ല, പക്ഷേ തിയേറ്ററിനകത്ത് കയറാമല്ലോ. 2.5 മണിക്കൂർ ഒരു ഫാമിലി തിയേറ്ററിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് മഴ പെയ്താൽ ന്യൂനപക്ഷം ചിലപ്പോൾ പോയില്ലെന്ന് വരും, അവർ നാളെ പോകും, അത്രയേ ഉള്ളൂ. ഒരു ദിവസം പോയില്ലെങ്കിലും. പക്ഷേ ഏറ്റവും മലയാള സിനിമയുടെ ഏറ്റവും റിലീസ് ചെയ്യാൻ പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ഈ വെക്കേഷൻ തന്നെയാണ്. കാരണം ഈ സിനിമയ്ക്ക് അതിൻ്റെ ഒരു ഗുണം എന്തായാലും കിട്ടിയിട്ടുണ്ട്. കാരണം എന്നും എപ്പോഴും റിലീസ് ചെയ്യുന്നത് വിഷുക്കാലത്താണ്. വിഷുവിന് 2 ആഴ്ച മുമ്പ് പരീക്ഷ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസമാണ്. അപ്പോൾ കുടുംബമായിട്ട് ഒരു ഉല്ലാസയാത്രയ്ക്ക് പോകുന്ന പോലെ സിനിമ ഒന്ന് കാണാം. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ സിനിമ പ്ലസൻ്റ് ആക്കുന്നത്, ഹ്യൂമർ ഉണ്ടാക്കുന്നത്. ഏത് വിഷയം പറയുമ്പോഴും എൻ്റെ സിനിമകൾ ഒരു നർമ്മത്തിൽ പൊതിഞ്ഞിട്ടാവുന്നത് ഈ കുടുംബങ്ങൾ ഒന്നിച്ചിരുന്ന് കാണുമ്പോൾ കുറച്ച് ചിരിക്കാനും കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഒക്കെ കൂടിയുള്ള അവസരം സൃഷ്ടിക്കുകയാണ്. അത് ഈ വെക്കേഷൻ കാലത്ത് പറ്റിയ ഒരു സിനിമയാണത്. ഇത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ, ഒരുപാട് നർമ്മം ഇഷ്ടമാണ് ഹ്യൂമർ. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും സത്യൻ്റെ സിനിമകളിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരാണ്. ഈവൻ മാമുക്കോയെ നോക്കിയാലും മിനിസെൻ്റ് ആയാലും ആരായാലും അത് ലൈഫിലും ഹ്യൂമർ സെൻസ് ഉള്ള ആൾക്കാരോട് കൂടി ഇടപഴകാനാണ് എനിക്കിഷ്ടം. സത്യം. അത് ചിലപ്പോൾ സെറ്റിലുള്ള ചില സെറ്റ് ബോയ് അടക്കം എനിക്ക് വലിയ അബദ്ധങ്ങൾ പറ്റിയാൽ എന്നെ കളിയാക്കുകയും ചെയ്യും. അത് ഞാനത് എൻജോയ് ചെയ്യും. ഒരു സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും. ഇപ്പോൾ ശ്രീനിവാസൻ ഒരിക്കൽ എൻ്റെ അടുത്ത് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട്, കുട്ടികൾ ഇതൊക്കെ പിന്നെ വളർന്നു വന്നാണ്. ശ്രീനിവാസൻ, എൻ്റെ മക്കൾ പഠിച്ച IAS-കാരാവണമെന്നോ വലിയ ഡോക്ടറാവണോ എഞ്ചിനീയറാവണോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല, പക്ഷേ സെൻസ് ഓഫ് ഹ്യൂമർ ഉണ്ടാവണം അവർക്ക്. അപ്പോൾ ശ്രീനിവാസൻ്റെ മകൻ്റെ പടം റിലീസ് ചെയ്ത സമയത്ത്, മറ്റേ തട്ടത്തിൽ മറിയത്ത് റിലീസ് ചെയ്ത സമയത്ത് ഞാൻ ശ്രീനെ വിളിച്ച് പറഞ്ഞു, എന്നാലും തിരക്ക് സമാധാനമായിട്ടിരിക്കാം, സെൻസുള്ള ഹ്യൂമർ സെൻസുള്ള കുട്ടികളാണ് തിരക്ക് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത് ഒരു വലിയ കാര്യം, വലിയ ഘടകമാണ്. ഒരു തമാശ പറഞ്ഞാൽ മനസ്സിലായില്ലെങ്കിൽ അവരെ കൂടെ ജീവിച്ചിരുന്ന കാര്യം. സത്യം. ഒന്ന് ചിരിക്കാൻ പറ്റിയില്ലെങ്കിൽ അല്ലേ? ഈ ഇത്രയും ആൾക്കാർ വന്ന ലൊക്കേഷൻ ഓൺ സ്ക്രീനാണോ ഓഫ് സ്ക്രീനാണോ കൂടുതൽ തമാശ? കൂടുതൽ ഓഫ് സ്ക്രീൻ തന്നെയാണ്. ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടാകുന്ന തമാശകൾ പലപ്പോഴും ഒരു ഹ്യൂമർ ഉണ്ടായിട്ട് ആദ്യം ചിരിക്കുന്നത് ഞങ്ങളല്ലേ. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഓർക്കുന്നു, മദ്രാസിൽ വുഡ്ലാൻഡ്സ് ഹോട്ടലിൽ വെച്ചിട്ടാണ് ഞാനും ശ്രീനിവാസനും ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റിൻ്റെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു സിറ്റുവേഷൻ ഉണ്ടാവുകയാണ്. കാര്യം ഒരു കള്ളനെ പിടിച്ചു കൊടുത്താലേ ഇവൻ അവിടെ നിലനിൽപ്പുള്ളൂ ഗുർക്കയ്ക്ക്. അപ്പോൾ ശ്രീനിവാസൻ്റെ കഥാപാത്രം പറയുന്നു, ഞാൻ കള്ളനായി മാറാം. എന്നിട്ട് ശ്രീനിവാസൻ ഈ വേഷം കെട്ടി കണ്ണിൽ ഇതൊക്കെ കെട്ടിയിട്ട് മേത്ത് മുഴുവൻ എണ്ണയും കരിയും തേച്ച് പുറത്തേക്ക് വന്ന്
ഇയാൾ പിടിക്കപ്പെട്ടു പോകുന്ന സിറ്റുവേഷൻ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ആ റൂമിൽ നിന്ന് തലതല്ലി ചിരിച്ചു, ഭയങ്കര രസമായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, ഇതാണ് ആദ്യം നമുക്ക് വേണ്ടത്, ആദ്യം നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ തിയേറ്ററിലേക്ക് പോകുന്നത്. അപ്പോൾ ബിഹൈൻഡ് ദ സ്ക്രീൻ തന്നെയാണ് ഏറ്റവും ആദ്യത്തെ ചിരി ഉണ്ടാവുന്നത്. അല്ലേ, ഇന്ന് ആദ്യമായിട്ടൊരു മലയാളി ഡൽഹിയോ ബോംബെ എവിടെയെങ്കിലും യാത്ര ചെയ്യുമ്പോൾ ആദ്യം ഇതായിരിക്കും ആലോചിക്കുന്നത്, ഹിന്ദി പഠിക്കുന്നത്. അതെ അതെ അതെ. അല്ല, ഞാൻ ഈ സിനിമയിൽ ഇപ്പോൾ ടീച്ചറായിട്ട് ഇറക്കിയത് പോലും അതുകൊണ്ടാണ്. കാരണം വെച്ചാൽ ഒരു ഗാന്ധി നഗറിലേക്കുള്ള ഒരു ഓർമ്മയാണ്. മേ ചൽത്താ ഹേ ഹായ് ഹും എന്നൊക്കെ പറയുന്നത് മോഹൻലാലിന് ആ കഥാപാത്രങ്ങളോട് സാമ്യമുള്ള ക്യാരക്ടറാണെന്ന് ഓഡിയൻസിന് ബോധ്യപ്പെട്ടോട്ടെ എന്നുള്ള കാരണം കൊണ്ട് തന്നെയാണ്. അത് ഒരുപാട് സിനിമകൾ നമുക്ക് ചോദിച്ചു പോകാം. നമുക്ക് ഞാനിതിൽ പറയുന്നതൊക്കെ ലാലിൻ്റെ ഹൈലൈറ്റ് സാധനങ്ങളാണ്. അതൊക്കെ ഒരു കമേഴ്ഷ്യൽ ആവശ്യം തന്നെയാണ്. നമുക്ക് ഒരു സിനിമേനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ ഏത് ക്യാരക്ടറിനോടാണ് സാമ്യമെന്ന് തോന്നിപ്പിക്കാൻ, അത് വിനീതമുള്ള എനിക്ക് തോന്നുന്നത് ഗോപാലകൃഷ്ണൻ പണിക്കരുടെയും സേതുമാധവൻ്റെയും ടി.പി. ബാലഗോപാലിൻ്റെ ഒക്കെ ഒരു ബന്ധുവായതുകൊണ്ടാണ്. സത്യം, മലയാളിക്കും അത് ഒരുപാട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മലയാളിക്ക് ഇത് കാണുമ്പോൾ ഒരുപാട് സിനിമകൾ മിന്നി മാഞ്ഞു പോകും, ഒരുപാട് ഓർമ്മകളും. ലൊക്കേഷന് വേണ്ടി എത്രത്തോളം ട്രാവൽ ചെയ്യാറുണ്ട് സത്യേട്ടൻ? ലൊക്കേഷൻ കഥയ്ക്ക് അനുസരിച്ചിട്ടില്ല. ഞാൻ കേരളത്തിൽ തന്നെയല്ലേ കൂടുതൽ ഷൂട്ട് ചെയ്യാറുള്ളൂ. അധികം വളരെ കൂടുതൽ വല്ല പാട്ടെടുക്കാൻ മൂന്നാറിൽ പോകുന്നതല്ലാതെ. കാരണം എൻ്റെ കഥകൾ നമ്മുടെ ചുറ്റും നടക്കുന്ന ആൾക്കാരാണ്. അവർ നാട്ടുമ്പുറാണെങ്കിൽ അത് അധികം യൂസ് ചെയ്യപ്പെട്ടില്ലാത്ത സ്ഥലങ്ങൾ ഭാഗ്യദേവത ഷൂട്ട് ചെയ്യുന്നു. അത് വേണമെങ്കിൽ ഏത് ഗ്രാമത്തിൽ കൊടുക്കാം. പക്ഷെ അതൊരു കായലോര ഗ്രാമത്തിൽ എടുത്താൽ അതാണ് കായലും വഞ്ചിയും വെള്ളവും. അങ്ങനെയാണ് ആലപ്പുഴ ഷൂട്ട് ചെയ്യാൻ കാരണം. അപ്പോൾ ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ എന്നെപ്പോഴും നടക്കുന്നത് വനിതാരത്നത്തിൻ്റെ ഓഫീസുള്ളത് ഒരു മെട്രോ സിറ്റിയിലാണ്. അത് വേണമെങ്കിൽ കോഴിക്കോട് ഷൂട്ട് ചെയ്യാം, തിരുവനന്തപുരത്ത് ഷൂട്ട് ചെയ്യാം, എറണാകുളത്ത് ഷൂട്ട് ചെയ്യാം. അപ്പോൾ എറണാകുളത്ത് ഷൂട്ട് ചെയ്യുന്നതാണ് അതിന് കഥയ്ക്ക് കുറച്ചുകൂടി നല്ലത്. കഥയ്ക്ക് അനുസരിച്ചിട്ടാണ് അതിൻ്റെ. പിന്നെ ആർട്ട് ഡയറക്ടേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ ഉണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ പടത്തിൻ്റെയൊക്കെ പ്രശാന്ത് മാധവ് എന്നാണ് ആർട്ട് ഡയറക്ടർ. അപ്പോൾ ഈ കഥ വായിക്കുമ്പോൾ സ്ക്രിപ്റ്റ് നേരത്തെ തയ്യാറാക്കുന്നതുകൊണ്ടാണ് കേട്ടോ. സ്ക്രീൻ പ്ലേക്ക് നേരത്തെ ഒരു കയ്യിൽ കോപ്പി കൊടുക്കും. അപ്പോൾ അവരുടെ മനസ്സിലൊരു പിക്ചർ ഉണ്ടാവും. അപ്പോൾ അവരാണ് തേടി പിടിച്ച് ഈ സ്ഥലങ്ങൾ കൊണ്ടുവന്ന് തന്നെ കാണിക്കും. അപ്പോൾ ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നതൊക്കെ നല്ലതായിരിക്കാം, ചിലപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന പോലെ ആവില്ലായിരിക്കാം. അതൊരു വലിയ പ്രോസസ്സാണ് ലൊക്കേഷൻസ് കണ്ടെത്തുക എന്നുള്ളത്. ഈ ലൊക്കേഷൻസ് ഇത്രയും ലൊക്കേഷൻ കണ്ടെത്തി ഇന്നും മനസ്സിൽ പെട്ടെന്നൊരു നൊസ്റ്റാൾജിയ തോന്നുന്ന ഒരു ലൊക്കേഷൻ പൊന്മുട്ടണ താറാവിൻ്റെ ഗ്രാമമാണ്. അത് ഒരു കൂറ്റനാടിനപ്പുറത്ത് അക്കിക്കാവുന്ന എന്ന സ്ഥലം. അത് ഒരു കളങ്കമില്ലാത്ത കറകളഞ്ഞ ഒരു വില്ലേജ്. നെൽപ്പാടവും അതിലെ കഥാപാത്രങ്ങളും നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീൽ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെയാണോ അന്തിക്കാട് നിന്നൊന്നും ഒരിക്കലും മാറി? ഞാനില്ല, പലരും പറയുന്നുണ്ട് കുറച്ച് സിനിമകൾ കഴിഞ്ഞാൽ ഇല്ല എനിക്ക് ഇന്ന സ്ഥലത്തോട്ട് മാറിയാൽ എൻ്റെ സിനിമകൾ വിജയിക്കാനും സിനിമയിൽ വർക്ക് ചെയ്യാനും കുറേ സൗകര്യം കൂടുമെന്ന്. അതുകൊണ്ട് തന്നെയാണ് സത്യേട്ടൻ അന്തിക്കാട്. ഞാൻ പലപ്പോഴും പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണെങ്കിലും സിനിമ ചെയ്യുമ്പോൾ മാത്രമേ ഒരു ഫിലിം മേക്കർ ആവുന്നുള്ളൂ. അല്ലാത്ത സമയത്ത് ഞാൻ എൻ്റെ ചേട്ടനെ പോലെ അല്ലെങ്കിൽ എൻ്റെ അയലോകത്തുള്ള ആൾക്കാരെ പോലെ ഒരു സാധാരണ ആൾ തന്നെയാണ്. അതിൽ വേറെ കൂടുമാറ്റമോ അല്ലെങ്കിൽ ഒരു മനഃപൂർവ്വമുള്ള ഒരു ഭാവമാറ്റമൊന്നുമല്ല. അതെന്നെ അറിയാവുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫിലിം മേക്കർ ആയാൽ മതി. ബാക്കി ഉള്ള സമയത്ത് ഞാൻ അന്തിക്കാട്ടുകാരനായിട്ട് ജീവിക്കുന്നതാണ് എനിക്കിഷ്ടം, എനിക്ക് സുഖം. ഈ അന്തിക്കാട്ടിലൂടെ അവരുടെ പ്രിയപ്പെട്ട സംവിധാനം സാധാരണ മനുഷ്യനെ നടന്നു പോകുമ്പോൾ കിട്ടിയ പെട്ടെന്ന് ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ഒരു കമൻറ്റ് എന്താണ്? ഏതെങ്കിലും സിനിമയെക്കുറിച്ച് ആൾക്കാർ അല്ല, നാട്ടിലെ തമാശ വെച്ചാൽ നാട്ടിലെ പല ആളുകൾക്കും ഞാൻ സിനിമ എടുക്കാൻ പോകുന്ന എപ്പോഴാണ് എങ്ങനെയാണെന്നൊന്നും പലപ്പോഴും അറിയാറില്ല. നാടോടിക്കാറ്റ് എന്ന സിനിമ കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ദിവസങ്ങൾ ഷൂട്ട് ചെയ്തതും അത് സൂപ്പർ ഹിറ്റായിട്ട് ഓടുമ്പോൾ എൻ്റെ അടുത്തുണ്ടായിരുന്ന ഒരു ചേട്ടൻ, ഇപ്പം മരിച്ചു അയാൾ, എൻ്റെ അടുത്ത് വന്ന് നിങ്ങളിപ്പോൾ സിനിമയൊന്നും ഇല്ലേ എന്ന് ചോദിച്ചത്. ഇപ്പോൾ അടുത്ത പടമൊന്നും ഇല്ലല്ലേ? ഞാനിപ്പോൾ ഒന്നുമില്ല, പടം ഭയങ്കര ഹിറ്റായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്ര ആളുകൾ അതിനെപ്പറ്റി കോൺഷ്യസ് ആവുന്നുള്ളൂ. അതൊരു വശം സത്യേട്ടന്റെ ക്വാളിറ്റിയും കൂടിയാണ്. നേരെ മറിച്ച് സൂപ്പർ ഹിറ്റ് ആണെങ്കിൽ സത്യേട്ടന് കുറച്ച് പബ്ലിസിറ്റി കൊടുത്താൽ അവിടെ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് ആളവേണ്ട കാര്യമില്ലല്ലോ. കാരണം അവർക്ക് എന്നെ അറിയാം, എൻ്റെ അച്ഛനറിയാം, എൻ്റെ ചേട്ടനറിയാം, എൻ്റെ അമ്മയെ അറിയാം, എൻ്റെ ഭാര്യയെ അറിയാം, എൻ്റെ മുൻ തലമുറ മുഴുവൻ അറിയാം. അവരുടെ മുമ്പിൽ എനിക്ക് ഒരു മുഖമൂടിയുടെ ആവശ്യമില്ല. അപ്പോൾ അവിടെ ഞാൻ മാക്സിമം ഞാനായിട്ട് തന്നെ ജീവിക്കുന്നതാണ്. പിന്നെ നാട്ടിൽ ജീവിക്കുമ്പോഴൊരു ഗുണമെന്ന് വെച്ചാൽ ഒന്ന് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലം, പിന്നെ വളരെ വിശാലമായ ഗ്രാമം, ഇപ്പോഴും ഗ്രാമത്തിൻ്റെ മുഖം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ഥലം, പിന്നെ നമുക്ക് ഈ കുടുംബജീവിതത്തിൻ്റെ ഒരു സന്തോഷം, ഇത് നമ്മളെ ഇൻസ്പയർ ചെയ്യും അടുത്ത സിനിമയ്ക്ക് വേണ്ടി. നമ്മളെ വീട്ടിൽ വരുന്ന ആൾക്കാർ, നമ്മുടെ ബന്ധുക്കൾ, അയൽവക്കക്കാർ, അതിൽ വരുന്ന കാണുന്ന ക്യാരക്ടേഴ്സ്, അവരുടെ മാനറിസംസ്, ഇതൊക്കെ നമുക്ക് നമ്മുടെ ഇൻടേക്സ് എന്ന് പറയാൻ വേണമെങ്കിൽ. പിന്നെ ഇടയ്ക്ക് നമുക്ക് വായിക്കാൻ കുറച്ച് സമയം കിട്ടും.
മൊബൈലൊന്ന് ഓഫ് ചെയ്ത് വെച്ചാൽ മതി, നമുക്ക് ഏകാന്തത. നമുക്കൊരു ഊട്ടിയിലും മൂന്നാറിലും പോകേണ്ട ആവശ്യമില്ല, അന്തിക്കാട് വരെ പോയാൽ മതി. ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് സത്യേട്ടൻ തന്നെ എവിടെയോ ഞാൻ വായിച്ചതാണോ എന്ന് എനിക്കറിഞ്ഞൂടാ, ലാലേട്ടന് കുറേ നമ്മളും ഒബ്സർവ് ചെയ്താണ്, ലാലേട്ടൻ ഒരു വില്ലൻ വേഷം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വളരെ സട്ടിലായിട്ട് നല്ലൊരു ക്യാരക്ടർ കൊടുത്തത്. എങ്ങനെയാണ് അന്ന് സത്യേട്ടൻ പുണ്ണി അന്ന് ശരിക്കും പറഞ്ഞാൽ ലാലി പറഞ്ഞ പോലെ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പോൾ വീക്കെൻഡിൻ്റെ കഥയാണ് അപ്പുണ്ണി. പ്രേമവും ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളൂ. പ്രേമവും വിവാഹം എന്നുള്ള ചെറുകഥയാണ് അപ്പുണ്ണിയായിട്ട് മാറിയത്. അപ്പുണ്ണി എന്ന നീജൻ എന്നാണ് പുള്ളി ആദ്യം പേരിട്ട്, ആ നീജൻ ഞാൻ വെട്ടിക്കളഞ്ഞാണ്. അപ്പം അന്ന് നെടുമുടി വേണുവിനാണ് നിഷ്കളങ്ക ഭാവമുള്ളത് അപ്പുണ്ണിയുടെ. ബോബിച്ചേട്ടനാണ് അയ്യപ്പൻ നായർ എന്നുള്ള പിശുക്കനായ അമ്മാവനായിട്ട് അഭിനയിക്കുന്നത്. പക്ഷേ ഇവൾക്ക് അമ്മുവിന് മോഹം തോന്നിപ്പിക്കുന്ന ഒരു വൈറ്റ് കോളർ മാൻ, നല്ല കാണാൻ സുന്ദരൻ, അതേസമയം ചിട്ടയോടുകൂടി ജീവിക്കുന്ന ഒരുത്തൻ. പക്ഷെ അവനാണ് കഥയിലെ വില്ലൻ. ആ കഥയിൽ ഒരു വില്ലൻ ഉണ്ടല്ലോ, ഒരു ഹീറോ ഒരാളുണ്ട്, ഒരു വില്ലനുണ്ട്. അപ്പോൾ മോഹൻലാൽ വലിയ വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലാലിനെ ആ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്യാമെന്ന് നമുക്ക് തോന്നുകയാണ് ചെയ്യുന്നത്. കാര്യം വെച്ചാൽ അത് ലാൽ വരുമ്പോൾ ആളുകൾക്ക് തോന്നുമ്പോൾ ഇവൻ വില്ലനാണല്ലോ, ഇവനാണല്ലോ ഇയാൾ, ആ ഒരു ഇമേജ് അതിൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യും. പക്ഷെ ആ സിനിമയിൽ മോഹൻലാൽ അഭിനയിക്കുമ്പോഴാണ് ഇയാൾ ഒരു അപാര സാധ്യതകളുള്ള നടനാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. ഞാനത് പിന്നീട് മോഹൻലാലിനോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ചില്ലറ ആക്ടറല്ല ഇയാൾ. കാരണം നമ്മളൊരു ക്യാരക്ടർ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ക്യാരക്ടറായിട്ട് മാറുകയാണ് സ്ക്രീനിൽ. അത് അപൂർവമായ ആളുകൾക്ക് മാത്രം കിട്ടുന്നൊരു സിദ്ധിയാണ്. മോഹൻലാലിന് പോലും കിട്ടിയിരിക്കുന്ന ഒരു ദൈവികമായ സിദ്ധിയാണ്. കാരണം ലാൽ പോലും അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. പുള്ളിക്ക് അങ്ങനെ അഭിനയിക്കാൻ പറ്റുള്ളൂ, മോശമായിട്ട് അഭിനയിക്കാൻ സാധിക്കില്ല. ഇന്ന് എല്ലാവരും ഹെൽത്ത് കോൺഷ്യസ് ആണ്. ഈ പറഞ്ഞ സ്ക്രിപ്റ്റിനും ഒരു മാസം നമ്മൾ മാറിയിരിക്കുന്ന, ഒരു അപ്പകൽ ഉറക്കമില്ലാതെ എത്രത്തോളം ഹെൽത്ത് കോൺഷ്യസ് ആണ് സത്യേട്ടൻ? ഹെൽത്ത് കോൺഷ്യസ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആളുകളോട് ചോദിച്ചാൽ അറിയാം, ഞാൻ സ്ട്രെയിൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്യാറില്ല. അതായത് രാത്രി 9 മണിക്ക് ശേഷം വളരെ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്യാറുള്ളൂ. അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള വർക്കാണ്. രാവിലെ 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും, ഷൂട്ടിംഗ് തുടങ്ങും. രാത്രി ഒരു 8 മണി 9 മണിയാകുമ്പോഴേക്കും നമ്മൾ സ്റ്റാമിന എല്ലാവർക്കും, എനിക്ക് മാത്രമല്ല ഈ ലൈറ്റ് കൊടുത്തുകൊണ്ടിരിക്കുന്നവർക്കൊക്കെ, പല ആൾക്കാരും 9 മണി കഴിഞ്ഞാൽ വീണ്ടും ഷിഫ്റ്റ് രാത്രി 12 മണി 1 മണി വരെ പിറ്റേ ദിവസം കാലത്ത്, അങ്ങനെ ഒരു അങ്ങനെ കഷ്ടപ്പെട്ടെടുക്കേണ്ടതല്ല, എൻജോയ് ചെയ്തെടുക്കേണ്ടതാണ് സിനിമ എന്നുള്ളത് എനിക്കറിയാം. തീരെ നിവൃത്തിയില്ലാത്തൊരു ഘട്ടത്തിൽ ഒരു ആർട്ടിസ്റ്റിന് പോയേ തീരൂ, അങ്ങനെ നമുക്ക് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് അത് അങ്ങനെ രീതിയിൽ ചെയ്യും. പിന്നെ സ്വാഭാവികമായിട്ടും കുറേ ദിവസങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു നമ്മൾ ഹെൽത്തിനൊന്നും നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചില്ലെന്ന് വരും. കാര്യം ആരോഗ്യത്തിനപ്പുറത്ത് മറ്റൊരു സന്തോഷം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഒരു സിനിമ നമ്മുടെ മുന്നിൽ രൂപപ്പെട്ടു വരികയാണ്. അപ്പോൾ മറ്റൊക്കെ നമ്മൾ മറന്നുപോകും. അപ്പോൾ ബോധപൂർവം അങ്ങനെ ആരോഗ്യം കളഞ്ഞിട്ട് ചെയ്യാൻ ശ്രമിക്കില്ല. പക്ഷേ സിനിമയുടെ ഇൻവോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ അങ്ങനെ വന്നു പോകും. പക്ഷേ ഈ സിനിമ തന്നെയാണ് നമുക്ക് ഹെൽത്ത് തരുന്നത്. നമ്മുടെ മനസ്സിന് എനർജി നൽകുന്നതും നമ്മുടെ ശരീരത്തിന് എനർജി നൽകുന്നതും നമ്മുടെ സിനിമയിൽ നിന്ന് കിട്ടുന്ന സന്തോഷമാണ്. എല്ലാ സിനിമകൾ റിലീസ് കഴിഞ്ഞാൽ തിയേറ്ററിൽ പോയി എങ്ങനെയാണ്? ഫസ്റ്റ് ഡേ പോകും? ഇല്ല, ഞാനൊരു 5-6 ദിവസം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. കാരണം ആദ്യ ദിവസങ്ങളിൽ വരുന്ന ഓഡിയൻസ് ഈ സിനിമയെ പറ്റി ഒരു ധാരണയില്ലാത്ത ആളുകളായിരിക്കും. ചിലർക്കത് ഇഷ്ടപ്പെടും, ചിലർക്കത് ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടാത്തൊരു ചില കമൻ്റ് അടിക്കും, ഇഷ്ടപ്പെടുന്നവർ കൈയടിക്കും. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ടുള്ള ഇത് കഴിഞ്ഞിട്ട് ഒരു 4-5 ദിവസം കഴിയുമ്പോഴേക്കും ഈ സിനിമ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരുന്ന ഓഡിയൻസ് ഉണ്ടാവും. അപ്പോഴേ ഞാൻ തിയേറ്ററിൽ പോകുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ നമ്മളതൊക്കെ ഡിസ്റ്റർബ് ചെയ്യും. ഒരാൾ ഫോണിൽ സംസാരിച്ചാൽ, അപ്പുറത്ത് വേറൊരാൾ വിളിച്ച് കേട്ട് സംസാരിച്ചാൽ, നമ്മൾ ചിരിക്കുമെന്ന് വിചാരിക്കുന്ന സ്ഥലത്ത് ചിരിക്കാതിരുന്നാൽ ഇതൊക്കെ നമ്മളെ വേദനിപ്പിക്കും. അപ്പോൾ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ പുറത്തുനിന്നുള്ള അഭിപ്രായം കേട്ട് കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ പതുക്കെ തിയേറ്ററിലേക്ക് വരും. അപ്പോൾ എനിക്കറിയാം അത് ആ ഓഡിയൻസ് ആ സിനിമ സ്വീകരിക്കാൻ തുടങ്ങിയത് എന്നുള്ളത്. ഇപ്പോൾ അച്ചുവിൻ്റെ അമ്മ എന്നുള്ള സിനിമ റിലീസ് ചെയ്ത സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഓപ്പോസിഷനായിട്ട് വന്നത് ഉദയനാണ് താരം എന്നുള്ള സിനിമയാണ്. അത് മനോഹരമായ പടമാണ്. ഈ രണ്ടും നല്ല സിനിമകളാണ്. അതിനുശേഷമാണ് അമ്മമാരും പെൺമക്കളും തമ്മിൽ വല്ലാത്തൊരു അടുപ്പം. അപ്പോൾ ആദ്യത്തെ ആഴ്ചകൾ കളക്ഷൻ കുറവായിരുന്നു. പക്ഷേ എനിക്ക് ഷുവറാണ് ആ പടം ഹിറ്റാവുന്നുള്ളത്. കാരണം എൻ്റെ മനസ്സിലൊരു ഒരു 6th സെൻസിൽ ആ സിനിമ ക്ലിക്ക് ചെയ്യുന്നൊരു തോന്നലുണ്ടായിരുന്നു. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അത് ഹിറ്റായി, അതിൽ നിറച്ച് ആളുകൾ കയറാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ കൂടെ സിനിമ കാണുന്നൊരു സന്തോഷമാണ്. വീട്ടിലിപ്പം മോൻ്റെ അസോസിയേറ്റ് തുടങ്ങി. വീട്ടിൽ എത്രത്തോളം സിനിമകൾ ഡിസ്കസ് ചെയ്യാറുണ്ട്? ഇപ്പോൾ ഒരു സിനിമ പണ്ടൊന്നും ഡിസ്കസ് ചെയ്യാറില്ല. കാരണം എൻ്റെ ഭാര്യയൊന്നും അതിനെപ്പറ്റി തീരെ ബോധമല്ല. എൻ്റെ ഭാര്യ ഒരു കർഷക കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. ടീച്ചറൊക്കെ ആണെങ്കിലും കൃഷിയൊക്കെ സാധാരണ വീട്ടമ്മയാണ്. മക്കൾ 3 പേരും പഠിക്കുകയായിരുന്നു. ഒരു കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് PG കഴിഞ്ഞു. അവർക്ക് 3 പേർക്കും ജോലിയായി. അത് കഴിഞ്ഞ ശേഷമാണ് അവർ 2 പേര് സിനിമയിൽ താല്പര്യമുണ്ടെന്ന് എനിക്ക് തിരിച്ചറിഞ്ഞത്.
അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവരെൻ്റെ സുഹൃത്തുക്കളെ പോലെയാണ്. അവരായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യാം. എല്ലാ കാര്യം അതിൻ്റെ ഗുണങ്ങൾ എനിക്ക് സിനിമയിൽ ഉണ്ടാകുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാര്യം ഒരു പുതിയ തലമുറയുടെ കാഴ്ചകൾ പലതും എനിക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അവരെന്ത് ചിന്തിക്കുന്നു. ഒരു മകൻ അഹമ്മദാബാദ് NID പോയി സിനിമ അക്കാഡമിക്കായിട്ട് പഠിച്ചു. മറ്റൊരാൾ എൻ്റെ കൂടെ ഇപ്പം എൻ്റെ അസോസിയേറ്റ് ഡയറക്ടറാണ്. അപ്പോൾ ഈ രണ്ട് കഥാപാത്രങ്ങൾ വീട്ടിലുള്ളതുകൊണ്ട് ഇപ്പോൾ വീട്ടിൽ മിക്കവാറും സമയം സിനിമ ചർച്ച ചെയ്യപ്പെടാറുണ്ട്. ഒരുപാട് സന്തോഷം. ഒരു ഇൻ്റർവ്യൂവിനപ്പുറം ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞ് ഒരുപാട് നല്ല സിനിമകൾ കണ്ടൊരു ഫീലായിരുന്നു. സന്തോഷം. എനിക്കും സന്തോഷമുണ്ട്. ഓക്കെ സന്തോഷം.